Good evening, everyone. Welcome to today's session on CIA, Certified Internal Auditor. Okay, so today is the first class. ഇന്ന് നമ്മൾ ഈ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും ആൻഡ് ദ ലാംഗ്വേജ് വിൽ ബി ഇൻ ലിറ്റിൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഓക്കെ, മെയിൻലി ബിക്കോസ് സ്റ്റുഡൻസ് ഹു ആർ അറ്റൻഡിങ് ആർ ഫ്രം കേരള, ദേ ആർ ഫ്രം ദുബായ്, ദർ ആർ പീപ്പിൾ ഫ്രം GCC countries also, and normally they are preferring Malayalam. അതുകൊണ്ട് ഇതൊരു മിക്സ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ മെയിൻലി ക്ലാസ്സസ് വിൽ ബി ഹാപ്പനിങ് ഇൻ മലയാളം. എവറിബഡി ക്ലിയർ? യെസ്. സോ ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. CIA സർട്ടിഫൈഡ് ഇന്റേണൽ ഓഡിറ്റർ, ഈ ഒരു കോഴ്സിലോട്ട് എന്നെ ഇൻസ്പയർ ചെയ്തത് ശ്രീദേവിയാണ്. ആൻഡ് ഐ തിങ്ക് യു ഓൾ മെറ്റ് ശ്രീദേവി ഓൺ ദ ലാസ്റ്റ് ഡെമോ സെഷൻ ദാറ്റ് വി ഹാഡ്. ശ്രീദേവി ഇസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ബാംഗ്ലൂരിൽ എൻ്റെ ഒരു ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. She cleared her CA in 2015. Then she delivered അപ്പം 2020 ആകുമ്പം ഡെലിവർ ചെയ്തിട്ട് അപ് ടു 2023 she was busy with the baby. 2023 3 years ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ജോബ് മാർക്കറ്റിലൂടെ ഇറങ്ങുമ്പം she found it difficult. അങ്ങനെയാണ് അവൾ CIA എന്ന് പറഞ്ഞ കോഴ്സ് എടുത്തത്. സോ പ്രീ ഡെലിവറി her salary was around 10 to 12,000 dirhams per month. അത് കഴിഞ്ഞിട്ട് ഇവൾക്ക് ജോലി കിട്ടുമോ അതേ സാലറി കിട്ടുമോ എന്ന് കൺസേൺ ആയിട്ട് നിന്നിട്ടാണ് അവൾ എന്ത് ചെയ്തത്, CIA എടുത്തത്. സോ വെൻ ഷി ടുക്ക് അപ്പ് CIA, അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് നേരെ കിട്ടിയ ജോലി ദുബായ് ഗവൺമെന്റിലാണ്. ആൻഡ് ടുഡേ ഷീ ഈസ് ഏർണിംഗ് 20,000 പ്ലസ് ദിറംസ് പെർ മന്ത്. ഭയങ്കര ഹൈ സ്കോപ്പുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഇത് മാറി. സോ ഒരു കൊല്ലം മുമ്പ് എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഐ അഡ്വൈസ്ഡ് എക്സ്പെർട്ട് ക്യാൻ വൈ ഡോണ്ട് യു ടേക്ക് അപ്പ് ദിസ് കോഴ്സ്. സോ ദേ കോട്ട് മീ ആൻഡ് ടോൾഡ് മീ, സർ യു ഓൺലി ടേക്ക് ദ ഇനീഷ്യൽ ക്ലാസ്സസ് ആൻഡ് യു ട്രൈ സെറ്റിംഗ് അപ്പ് ദ മാക്സിമം ലെക്ചേഴ്സ് ഫോർ ദിസ്. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ടും ഇറങ്ങി വന്നിരിക്കുന്നത്. സോ ഇതെടുത്തപ്പം ഇതിന്റെ സ്കോപ്പ് മനസ്സിലായി. ദെൻ എക്സ്പെർട്ട് ഞാൻ എന്ത് ചെയ്തു, IIA പാർട്ട്ണർഷിപ്പിന് അപ്ലൈ ചെയ്തു. സോ ദേ ഫൈനലി ഗോട്ട് ഇറ്റ്. ആൻഡ് വളരെ കുറച്ചായിട്ട് കേരളത്തിൽ 1-2 അക്കാഡമീസിന് മാത്രമേ ഉള്ളൂ CIA അഫിലിയേഷൻ ഉള്ള ഒരു അക്കാഡമീസ് ആയിട്ട് വരുന്നത്. അതിലൊന്ന് ഇപ്പോൾ എക്സ്പെർട്ട് ജ്ഞാനം കൂടിയാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ പഠിക്കുന്ന ഒരു ഓത്തറൈസ് IIA സെന്റർ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതും. ആൻഡ് സിൻസ് ഐ ആം എ പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഓക്കെ, ആൻഡ് ഐ ഹാവ് എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്, ഐ ഹാവ് consulting clients across GCC also, across Kerala also. I have a lot of practical inputs into this. So ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഹെൽപ്പ് യു ബിക്കം എ CIA ക്വാളിഫൈ ചെയ്യണം, നല്ല ജോലിയിൽ കയറണം, നല്ല രീതിയിൽ കരിയർ ബിൽഡ് ചെയ്യണം. ഓൾറൈറ്റ്, സോ നൗ കംസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CIA പാസ് ആവണമെങ്കിൽ എന്താണ് വേണ്ടത്? ഹൗ ക്യാൻ വി പാസ് ദിസ് എക്സാം? ഐ വിൽ ജസ്റ്റ് ഷോ യു ദ സിലബസ്. ഐ ഹാവ് ഓപ്പൺഡ് ആൻഡ് കെപ്റ്റ് ദ സിലബസ്. ദിസ് ഇസ് ദ ഗ്ലൈം മെറ്റീരിയൽ. CIAക്ക് ഉള്ള മെറ്റീരിയൽസ് 2 ടൈപ്പ് ഉണ്ട്, ഹോക്ക് ഉണ്ട്, ഗ്ലൈം ഉണ്ട്. IIA ഇന്ത്യ റെഫർ ചെയ്യുന്നത്, റെക്കമെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഗ്ലൈം ആണ്. സോ ദാറ്റ് മീൻസ് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഇതിലാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരിക. അതിൽ 3 പാർട്സ് വരുന്നുണ്ട്, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. പാർട്ട് 1 CIAയിൽ കയറി കഴിഞ്ഞാൽ യു ഹാവ് ദ ഫോളോയിങ് ടോപ്പിക്സ്. യു ഹാവ് 10 ചാപ്റ്റേഴ്സ് ഇൻസൈഡ് പാർട്ട് 1. ഇതാണ് നമ്മളിപ്പോൾ ആദ്യം CIA പാർട്ട് 1 ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഈ 10 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CIA പാർട്ട് 1ന്റെ എക്സാം എഴുതാൻ പറ്റും. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വിൽ ബി ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഇസ് ഫൗണ്ടേഷൻസ് ഓഫ് ഇന്റേണൽ ഓഡിറ്റിംഗ്. ഇതാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ഈ ബുക്ക് നോക്കി പഠിക്കുമ്പം ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. കുറെ തിയറി ആയിരിക്കും, പഠിക്കാൻ ബോറടിക്കും. സോ മൈ സ്റ്റൈൽ ഇസ് ഡിഫറെന്റ്. ഞാൻ അങ്ങനെയല്ല പഠിപ്പിക്കാൻ പോകുന്നതും. ഐ വിൽ ബി ടീച്ചിങ് യു ഇൻ എ ഡിഫറെന്റ് മെത്തേഡ്. ഇൻ മൈ മെത്തേഡ് യു വിൽ ഹാവ് പവർ നോട്ട്സ്. ഓക്കെ, after this gets over you will have MCQ practice in our app. Everybody clear? So ഈ പറഞ്ഞ പവർ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇന്ന് ഗ്രൂപ്പിൽ ഒരു PDF ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ എം നോട്ട് ഷുവർ ഇഫ് യു ഗോട്ട് ദാറ്റ് PDF. ലെറ്റ് മീ ഓൾസോ ഓപ്പൺ ദാറ്റ് PDF on the screen so I can show you so that I can show you this particular thing. 1 minute. Okay, it's getting uploaded. Give me 1 moment. I'll just open that power notes also so that I can show you how this works. Yes, friends. These are the power notes. Okay. So, power notes, what I have done is basically I have summarized the entire chapter, or in this part, not the entire chapter, but the initial, 60% of the chapter has been summarized in just 6 pages. Are you getting my point? ഈ 6 പേജസ് എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്ലൈം മെറ്റീരിയലിൽ വരുന്ന ഓൾമോസ്റ്റ് എത്ര പേജ് ആണ്? ദിസ് ഇസ് കമ്മിങ് ടു അറൌണ്ട് 11 ലോങ് പേജസ്. ഈ 11 ലോങ് പേജസിന് നമ്മൾ 6 സ്മോൾ ചിറ്റ് ബേസ് പേജസിലോട്ട് മാറ്റി കഴിഞ്ഞാൽ
കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ച് നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റും. എവറിബഡി ക്ലിയർ? സോ ദിസ് പവർ നോട്ട്സ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ഇൻ ലെസ് ടൈം യു ക്യാൻ സ്റ്റഡി. മനസ്സിലായല്ലോ? അപ്പൊ ക്ലാസിന്റെ കൂടെ തന്നെ ഇരിക്കണം, കറക്റ്റ് ആയിട്ട് പഠിച്ച് മുമ്പോട്ടേക്ക് മൂവ് ചെയ്യണം. ഇത് കഴിഞ്ഞാൽ വി ഹാവ് എൻ ആപ്പ്, എക്സ്പെർട്ട് ഗ്യാന്റെ ആപ്പ് ഇസ് അവൈലബിൾ. വി വിൽ ഗിവ് യു ആക്സസ് ടു ദി ആപ്പ്. ഞാൻ ഇന്ന് തന്നെ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെതായ ക്വസ്റ്റ്യൻസ് അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. എവറിബഡി ക്ലിയർ? സോ വൺസ് വി കീപ് അപ്ലോഡിംഗ് ദ ക്വസ്റ്റ്യൻസ്, very easily you will be able to get access to the questions. You will be able to manage and do the questions on your own. Everybody clear with this part? If you are clear so far, can you please give me a thumbs up in the chat box? Our smiley button and just nyekya matram madi. Yes, and every class that we are taking will be recorded. It will be uploaded in the app. App lodi class ഒക്കെ upload ചെയ്യും. So later on നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡിംഗ്സും കൂടി നിങ്ങൾക്ക് നെക്സ്റ്റ് 1 ഇയറിലോട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. Everybody clear with this part now? Fantastic. So I hope I have given you a clarity of how we can study CIA. ഈ പവർ നോട്ട്സ് MCQ പ്രാക്ടീസ്, പവർ നോട്ട്സ് MCQ പ്രാക്ടീസ് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get very good grip on the CIA topics, and once we get a very good grip, it will become very easy for us to write the exam and qualify the examination. Everybody clear? അപ്പം MCQ പ്രാക്ടീസിലാണ് നിങ്ങളുടെ സക്സസ് കിടക്കുന്നത്. Everybody clear? That in our app you will get free access. Everybody clear with that part? ഈ കോഴ്സിൽ വരുന്ന എല്ലാവർക്കും അതിന്റെ ഫ്രീ ആക്സസ് അവൈലബിൾ ആയിരിക്കും. Fantastic. So with that, let us start with today's session on certified internal auditor. So part 1, CIA introduction. ഞാൻ തുടങ്ങിയ ഒരു ഹെഡിങ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രോഡ്. ഇത് നിങ്ങളുടെ ബുക്സിലുള്ള ഒരു ഹെഡിങ് അല്ല, ബട്ട് ഐ എം സ്റ്റാർട്ടിംഗ് വിത്ത് ദിസ് ഹെഡിങ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രോഡ്. ഫ്രണ്ട്സ്, ഇപ്പം എഴുതുന്ന ഹാൻഡ് റിട്ടൺ നോട്ട്സും കൂടി നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ദ മൊമെന്റ് ദിസ് ക്ലാസ് ഗെറ്റ്സ് ഓവർ, ഈ PDF കൂടി നമ്മൾ അവിടെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? ഇത് എന്തിനാ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ദ റോൾ ഓഫ് എ CIA, ഓർ മേ ബി ഈവൻ ബിഫോർ ഐ ഗിവ് യു ദിസ് ഹെഡിങ്, ഇൻ മൈ ഒപ്പീനിയൻ, ഞാൻ ഇത് മൊത്തം പഠിച്ച് മനസ്സിലാക്കിയപ്പം ഇതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ദ റോൾ ഓഫ് CIA മെയിൻലി വരുന്ന 2 കാര്യങ്ങളാണ്. റോൾ നമ്പർ 1, what they are trying to do is they are trying to prevent fraud happening in the company. കമ്പനിയിൽ എന്ത് വരാൻ പാടില്ല? ഫ്രോഡ് വരാൻ പാടില്ല, കള്ളത്തരം നടക്കാൻ പാടില്ല. ദാറ്റ് ഇസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, പോയിന്റ് നമ്പർ 1 പ്രിവെന്റ് ഫ്രോഡ്, പോയിന്റ് നമ്പർ 2 പ്രിവെന്റ് ഓൾ ടൈപ്സ് ഓഫ് റിസ്ക്. എന്തൊക്കെ റിസ്ക് ഉണ്ടോ അത് പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഐ തിങ്ക് എ ബെറ്റർ വേർഡ് ടു യൂസ് ഓവർ ഹിയർ ഇസ് മാനേജ് ഓൾ യുവർ റിസ്ക്. ഇതെന്താണ് റിസ്ക് എന്ന് മനസ്സിലായാൽ മാത്രമല്ലേ നമുക്ക് ഇതിന് സൊല്യൂഷനിലൂടെ എത്താൻ പറ്റുള്ളൂ. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഫ്രോഡ് പ്രിവെന്റ് ചെയ്യണം. രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? റിസ്ക് നമ്മൾ മാനേജ് ചെയ്യണം. ഇത് രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് CIA does is he will try to create a good system. Okay, so let me repeat once again friends, and ഇത് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഒക്കെ എഴുതി വെക്കാം. എനിവേസ് ആഫ്റ്റർ ദ ക്ലാസ് ഗെറ്റ്സ് ഓവർ ഈ നോട്ട്സ് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷെ കേട്ടിരുന്നാൽ മാത്രം തലയിൽ ഒന്നും കയറൂല. യു ലിസൺ ടു മീ പാരലലി, കീപ് ഓൺ റൈറ്റിംഗ് സംതിങ്. ഓക്കെ, ബട്ട് അൾട്ടിമേറ്റ്ലി ദ PDF വിൽ ബി ഷെയർഡ് വിത്ത് യു. അപ്പൊ നിങ്ങൾക്ക് എന്റെ നോട്ട്സും കൂടി കയ്യിൽ കിട്ടുന്നതായിരിക്കും. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? സോ ആസ് എ CIA സർട്ടിഫൈഡ് ഇന്റർണൽ ഓഡിറ്റർ നിങ്ങൾക്ക് വരാൻ പോകുന്ന 2 റോൾസ് ആണ്. റോൾ നമ്പർ 1, പ്രിവെന്റ് ഫ്രോഡ്, ഫ്രോഡ് നടക്കാൻ പാടില്ല. റോൾ നമ്പർ 2, മാനേജ് ഓൾ ടൈപ്സ് ഓഫ് റിസ്ക്. അപ്പൊ ഫ്രോഡ് എന്താണ്? എന്തൊക്കെ കള്ളത്തരം ഒരു കമ്പനിയിൽ നടക്കാം? ആദ്യം അത് പഠിച്ചാലല്ലേ നമ്മളത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ എന്റെ പവർ നോട്ട്സിൽ ഫസ്റ്റ് കൊടുത്ത ഒരു ഹെഡിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രോഡ്. ഇത് നിങ്ങളുടെ ബുക്സിൽ വരുന്നില്ല, പക്ഷെ പ്രാക്ടിക്കലി ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഒരു CIA എന്ത് വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എവറിബഡി ക്ലിയർ? യെസ്. സോ ലെറ്റ് മീ റിപ്പീറ്റ് വൺസ് അഗൈൻ ഫ്രണ്ട്സ്. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് പ്രിവെൻഷൻ ദാറ്റ് CIA is doing? Part 1, prevent fraud. Part number 2, manage risk. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രോഡിൽ ആദ്യം വരുന്ന ഒരു ഫ്രോഡ് ആണ് a simple fraud which is called as asset misappropriation. Asset misappropriation. Friends, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു കള്ളന്റെ ആംഗിളിൽ ചിന്തിക്കണം. ഓക്കെ, തിങ്ക് ലൈക്ക് എ ഫ്രോഡ് ഫെലോ, ബട്ട് ഡോണ്ട് ഡു ഓൾ ദീസ് ഫ്രോഡ്സ്. ഓക്കെ, നൗ അസ്യൂം ഇതൊരു കമ്പനിയാണ്. ഈ കമ്പനിയിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നു. ഇവിടെ കുറെ ടേബിൾസ് ഉണ്ട്, കുറെ ആൾക്കാർ വർക്ക് ചെയ്യാണ്. ഓരോ ടേബിളിലും അവിടെ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം.
Okay, so in this company, let us say if you add up together, I have taken 1, 2, 3, 4, 5, 6 laptops are there. ഈവനിങ് ഇവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകുമ്പോൾ കുറെ ആൾക്കാർ എന്ത് ചെയ്യും, ലാപ്ടോപ്പ് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകും. കുറെ ആൾക്കാർ വീട്ടിലോട്ട് കൊണ്ടുപോകില്ല. ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം സപ്പോസ് ഇവിടെ നിൽക്കുന്ന ഒരാൾ ഫ്രോഡാന്ന് വിചാരിക്കുക, ഇയാളുടെ ലാപ്ടോപ്പ് ബാഗിൽ ഈ ഒരു ലാപ്ടോപ്പ് എടുത്ത് ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. ഓക്കെ, ഇപ്പം ഇവിടെ ഒരു CCTV ക്യാമറ ഇല്ല എന്ന് വിചാരിക്കുക. അതേപോലെ ഇവിടെ ഒരു രീതിയിലും ഈ ട്രാക്ക് ചെയ്യാനുള്ള മെത്തേഡ് ഇല്ലെങ്കിൽ ഈ ലാപ്പ് എടുത്ത് വീട്ടിൽ പോയി അടുത്ത ദിവസം ഇയാൾ തിരിച്ചു വരുമ്പം ഇയാളുടെ ലാപ്പ് ഉപയോഗിച്ചിരുന്നാൽ മാത്രം മതി. ശരിയല്ലേ? വാട്ട് വിൽ ഹാപ്പൻ? ദിസ് വൺ ലാപ്ടോപ്പ് വിൽ ഗോ മിസ്സിംഗ്. ദിസ് ഈസ് വൺ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് asset misappropriation. Are you clear with the concept of asset misappropriation, friends? If you are clear, can you please put a thumbs up in the chat box? Fantastic. So in simple terms, we can define this as, okay, a means by which assets of the company is misappropriated either by employees or others. ഈ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് എന്ത്? asset misappropriation. Everybody clear with this part? So we just learned fraud number 1, that is asset misappropriation. രണ്ടാമത് ഇതേപോലെ വരുന്ന ഒരു സിമ്പിൾ ഫ്രോഡ് ആണ് which is called as the cash theft. I'll write down the next one. Cash theft. Okay, so when you talk about cash theft, it's a very, very simple fraud. Assume this is an accountant. ഇതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കാം. ഇയാളുടെ മുമ്പിൽ ഇപ്പൊ എന്തുണ്ട്? ദിസ് മസ്റ്റ് ബി എ ക്യാഷ് ബോക്സ്. ഈ അക്കൗണ്ടന്റ് ലഞ്ച് ബ്രേക്കിന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് അവിടെ നോക്കാൻ ആരുമില്ല. ആ ടൈമിൽ ഏതെങ്കിലും ഒരു XYZ വരുന്നു, ഈ ക്യാഷ് ബോക്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ക്യാഷ് വിഡ്രോ ചെയ്യുന്നു, വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്യാഷ് തെഫ്റ്റ്. കമ്പനി നടക്കാറുണ്ടോ? നടക്കാറുണ്ട്. ആസ് എ CIA നിങ്ങൾ എന്താണ് എൻഷുർ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ക്യാഷ് തെഫ്റ്റ് ഓർ ഇങ്ങനത്തെ ഫ്രോഡ് ആ കമ്പനിയിൽ നടക്കാൻ പാടില്ല. സോ ഫ്രണ്ട്സ്, വി ഹാവ് ലേൺ 2 types of fraud right now. What is fraud number 1 that we have learned? Asset misappropriation. What is fraud number 2 that we have learned right now? It is called as cash theft. Everybody clear with this part? Now I will go to fraud number 3, which is called as inventory theft. Inventory theft. So friends, ഈ ഇൻവെന്ററി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ നടക്കും. ഇതൊരു കമ്പനി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിലൊരു മെത്തേഡ് 1, 2 മെത്തേഡ്സ് ഉണ്ട്. 2 മെത്തേഡ്സും കാണിച്ചു തരാം. മെത്തേഡ് നമ്പർ 1, ഇതൊരു കമ്പനിയാണ്. ഇതൊരു കമ്പനിയുടെ ഗോഡൌൺ ആണെന്ന് വിചാരിക്കാം. ഗോഡൌണിൽ അവിടെ എന്ത് വെച്ചിട്ടുണ്ടാവും? കുറെ ഇൻവെന്ററി വെച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാനിത് റീസെന്റ് കണ്ട ഒരു കേസ് പറഞ്ഞുതരാം. ഒരു ഫുട്വെയർ കമ്പനിയിൽ ഈ ഗോഡൌണിൽ കുറെ ചെരുപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ പൊതുവെ ഫാക്ടറി വർക്കേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ദേ വിൽ കം ടു ദിസ് ഫുട്വെയർ കമ്പനി. ഇവിടെ വന്നിട്ട് ഈ ചെരുപ്പ് ഇട്ടിട്ട് നടന്നു പോകും. ഹൗ വിൽ യു ക്യാച്ച് ദം? ദർ ഇസ് നോ വേ ഓഫ് കാച്ചിങ് ദം. കറക്റ്റ്? ദാറ്റ് ഈസ് വൺ എക്സാമ്പിൾ ഓഫ് വാട്ട്? ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻവെന്ററി തെഫ്റ്റ്. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട് നൗ? ഓക്കെ, അതിനാണ് എന്ത് പറയാ? ഇൻവെന്ററി തെഫ്റ്റ് എന്ന് പറയാം. ദിസ് ഇസ് മെത്തേഡ് 1. അവിടെ പോവുക, സ്റ്റോക്ക് എടുക്കുക, വീട്ടിലോട്ട് പോവുക. കുറെ ആൾക്കാർ ചെയ്യാറുണ്ട്. റെസ്റ്റോറന്റിൽ ഇങ്ങനത്തെ കുറെ ഫ്രോഡ് നടക്കാറുണ്ട്. കാരണം അവിടെ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ ചിക്കൻ ഉണ്ടാവും, ഫിഷ് ഉണ്ടാവും, ഗീ ഉണ്ടാവും, പല എക്സ്പെൻസീവ് ആയ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. ഡെയിലി ഒരു 500 ഗ്രാമോ 1 കിലോ വീട്ടിൽ കൊണ്ടുപോയാൽ ആർക്കും ചിലപ്പോൾ അറിയാൻ പറ്റണം എന്നില്ല. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻവെന്ററി തെഫ്റ്റ്. ആസ് എ CIA ഇങ്ങനത്തെ ഫ്രോഡ് വരാൻ പാടില്ല. അത് എൻഷുർ ചെയ്യേണ്ട ആൾക്കാർ ആരാണ്? യു ആർ ദ പേഴ്സൺ ഹു എൻഷുർസ് ദാറ്റ് സച്ച് എ ഫ്രോഡ് ഡസ് നോട്ട് ഹാപ്പൻ. Everybody clear with this part? Same way, there can be method 2 of inventory theft. അതും കൂടി പറഞ്ഞുതരാം. Method 2. Method 2 അവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, suppose this is a company. Here you have an accountant. Okay? ഒരു കസ്റ്റമർ വന്നു. കസ്റ്റമർ വന്നിട്ട് ഒരു സാധനം വാങ്ങിയപ്പം
അക്കൗണ്ടന്റ് എന്ത് ചെയ്തു, ഇയാൾക്ക് ഒരു ബില്ല് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ബില്ല് കൊടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഒരു ഐറ്റം ലെറ്റസ് സേ ഇവിടുന്ന് ഇയാൾ വന്ന് വാങ്ങിയത് ചിക്കൻ ആണെന്ന് വിചാരിക്കാം. 1 kg ചിക്കൻ അതിന്റെ ബില്ലടിച്ചു, ബില്ല് കൊടുത്തു. കസ്റ്റമർ എന്ത് ചെയ്തു, ഇതിന്റെ ക്യാഷ് പേയ്മെന്റ് ഇങ്ങോട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഇതിന്റെ പേയ്മെന്റ് ക്യാഷിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വൺസ് ദി അക്കൗണ്ടന്റ് റിസീവ്സ് ദ പേയ്മെന്റ്, ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ബില്ല് അയാൾ ടയർ ഡൗൺ ചെയ്തു, കീറിക്കളഞ്ഞു. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, അതിൽ വന്നിരുന്ന അക്കൗണ്ടിങ് എൻട്രി സെയിൽ ബിൽ അടിച്ചിട്ടില്ലേ, അത് പോയിട്ട് ഡിലീറ്റ് അടിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു, വിറ്റതിന്റെ തെളിവ് അവിടെ കാണാതെ. കസ്റ്റമർ തന്ന ക്യാഷ് ഇയാൾ എന്ത് ചെയ്തു, പോക്കറ്റിലിട്ടു. ഹി ടുക്ക് ദ ക്യാഷ് ആൻഡ് വെന്റ് ഹോം. ഇതും is one of the classic examples of what, my dear friends? It is a classic example of inventory theft. Everybody clear so far? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ you can raise your hand and I'll clear it up for you. ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആണോ? If it is clear, can you please give me a thumbs up in the chat box? Perfect, fantastic friends. Okay, ക്ലാസിന്റെ പേസ് കംഫർട്ടബിൾ ആണല്ലോ? കംഫർട്ടബിൾ ആണെങ്കിൽ please give me a thumbs up once again. Okay, ക്ലിയർ അല്ലേ? കംഫർട്ടബിൾ അല്ലേ? സ്പീഡ് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും you can either message me in the chat box or you can message me personally also. Yes, Rafi, please unmute and speak to me. Yes, Rafi, പറയൂ. ഞാനിപ്പോ എന്താ പറഞ്ഞത്, ക്യാഷ് തെഫ്റ്റ് എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, ഇത് ഓക്കെ, ക്യാഷ് തെഫ്റ്റും പറയാം, ഇൻവെന്ററി തെഫ്റ്റും പറയാം. കാരണം ഇതിൽ ആക്ച്വലി എന്താ സംഭവിച്ചത്, ക്യാഷ് തെഫ്റ്റും ആണ്, ഇൻവെന്ററി തെഫ്റ്റും ആണ്. അത് എന്തിനാ അങ്ങനെ പറഞ്ഞാൽ, ചിക്കൻ പോയില്ലേ, കറക്റ്റ് അല്ലേ? എങ്ങനെ ചിക്കൻ പോയി, സ്റ്റോക്കിൽ നോക്കുമ്പോൾ ചിക്കൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പക്ഷേ നിങ്ങളുടെ ആംഗിളിൽ കറക്റ്റ് ആണോ, ക്യാഷ് തെഫ്റ്റ് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, ബിക്കോസ് അവിടെ ആക്ച്വലി എന്താ സംഭവിച്ചത്, ഈ ക്യാഷ് ആണ് ഇയാൾ മുക്കി കൊണ്ടുപോകുന്നത് ഇൻ വൺ വേ പറയുകയാണെങ്കിൽ, ശരിയല്ലേ? പക്ഷെ ഇത് കമ്പനി അറിയൂല. എന്തിനാ വെച്ചാൽ കമ്പനി ക്യാഷ് ബുക്ക് ആ നോക്കുക. ഓക്കെ, അപ്പൊ ക്യാഷ് ബുക്ക് നോക്കുമ്പോൾ ക്യാഷ് ബുക്കിൽ സപ്പോസ് അവിടെ ഒരു 1000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ക്യാഷ് ബുക്കിൽ ഫിസിക്കൽ ആയിട്ട് പോയിട്ട് ക്യാഷ് എണ്ണി നോക്കും. ഫിസിക്കൽ ക്യാഷ് എണ്ണുമ്പോഴും കറക്റ്റ് അവിടെ എന്ത് വരും, 1000 റുപ്പീസ് വരും. അപ്പൊ അവിടെ ഡിഫറൻസ് എന്തെങ്കിലും വരുമോ, 0 ആണ് വരിക. പക്ഷേ ഇവരിവിടെ പോയിട്ട് സ്റ്റോക്ക് നോക്കും, ഇവർ ഇൻവെന്ററി പോയിട്ട് ചെക്ക് ചെയ്യും. സ്റ്റോക്ക് പോയിട്ട് നോക്കുമ്പോൾ ബുക്സിൽ നോക്കുമ്പോൾ അവിടെ ചിലപ്പോൾ 10 കിലോയുടെ ചിക്കൻ ഉണ്ടെന്ന് കാണും. ഓക്കെ, പക്ഷെ ആക്ച്വൽ ആയിട്ട് ചിക്കൻ എണ്ണി കഴിയുമ്പോൾ അവിടെ ചിലപ്പോൾ 9 കിലോ ചിക്കൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ എത്ര ഡിഫറൻസ് വന്നത്, 1 kgയുടെ ഡിഫറൻസ് വന്നു. സോ ദിസ് ഇസ് വൈ ഐ വാസ് ടെല്ലിംഗ് ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട്, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻവെന്ററി തെഫ്റ്റ് എന്ന് പറയാനുള്ള റീസൺ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്തായിട്ടും കൂടി പറയാം, ക്യാഷ് തെഫ്റ്റ് ആയിട്ടും കൂടി പറയാം. കാരണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫിസിക്കൽ ക്യാഷ് കൂടുതൽ ആവേണ്ടതാണ്, അല്ലെങ്കിൽ ബുക്കിൽ വരുന്ന ക്യാഷ് 1000 അല്ല 1500 ആവേണ്ടതാണ്, ശരിയല്ലേ? കറക്റ്റ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് ക്യാഷ് തെഫ്റ്റ്. ഇതെല്ലാം കള്ളത്താണ്, പല പേരും വെച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഐ ജസ്റ്റ് ഗേവ് എൻ എക്സാമ്പിൾ ഫോർ ദിസ് വൺ. ഓക്കെ റാഫി, ദാറ്റ് വാസ് എ വെരി ഗുഡ് ഡൗട്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, റൈറ്റ്. സോ ഫ്രണ്ട്സ്, ഇപ്പൊ 3 ടൈപ്പ് ഓഫ് തെഫ്റ്റ് ആണ് പഠിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്താ പഠിച്ചത്, എസെറ്റ് മിസ്അപ്രോപ്രിയേഷൻ. ആസ് എ CIA ഈ തെറ്റ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ ഫ്രോഡ് കമ്പനിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ എന്ത് ചെയ്യണം, കുറച്ച് പണിയെടുക്കണം. എവറിബഡി ക്ലിയർ? സെക്കൻഡ് എന്താ വരുന്നത്, ക്യാഷ് തെഫ്റ്റ്. ഈ ക്യാഷ് തെഫ്റ്റ് അവിടെ വരാൻ പാടില്ല, കള്ളത്തരം അവിടെ നടക്കാൻ പാടില്ല. എവറിബഡി ക്ലിയർ? മൂന്നാമത്തെ ഇൻവെന്ററി തെഫ്റ്റ്, സ്റ്റോക്ക് അവിടുന്ന് മിസ്സായി പോവാൻ പാടില്ല. ദാറ്റ് ഇസ് വാട്ട് യു കോൾ ഇറ്റ് ആസ് inventory theft. Everybody clear with this part? So friends, we have learned 3 types of theft so far. We have learned about asset misappropriation, we have learned about cash theft, we have also learned about inventory theft. Everybody clear? Now I will go to the next one, that is called as accounts receivable fraud. Write down the next heading, accounts receivable fraud. ഇത് ഞാൻ ചെയ്തൊരു കമ്പനിയിൽ കണ്ടുപിടിച്ചൊരു ഫ്രോഡാണ്. പല കമ്പനിയിൽ നടക്കാറുണ്ട് കേട്ടോ. ഞാനും ചെയ്തൊരു കമ്പനിയിൽ വന്നു, ഞാൻ കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവം അയക്കുന്നതല്ല. പക്ഷെ പിടിച്ച കമ്പനി ഒരു നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനി ആയിരുന്നു. അയാളുടെ അക്കൗണ്ടന്റ് കുറെ ട്രസ്റ്റ് വർത്തി അക്കൗണ്ടന്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ആ കമ്പനിക്ക് വലിയൊരു ഷോക്ക് അടിച്ചു. സോ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റണം. ദിസ് ഇസ് ആക്ച്വലി എ സിമ്പിൾ തിങ്. ഇതിന് നമ്മുടെ ഓഡിറ്റിംഗ് ലാംഗ്വേജിൽ വേറെയും പേര് പറയും, ടീമിംഗ് ആൻഡ് ലാഡിംഗ്, പല പേരും പറയാറുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന പേര് എന്താണ്, അക്കൗണ്ട്സ് റിസീവബിൾ ഫ്രോഡ് എന്നാ പറയാം. ഇതെന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു കമ്പനിയിൽ ഒരു അക്കൗണ്ടന്റിന് ഒരുപാട് കൊല്ലം വെക്കാൻ പാടില്ല. അവർക്ക് കമ്പനിയിൽ നല്ല കൺട്രോൾ കിട്ടും.
ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റ്, അയാളുടെ പേര് ഞാൻ പറയാം, കമ്പനിയുടെ പേര് പറയുന്നില്ല, അയാളുടെ പേര് ഷൈജു എന്നായിരുന്നു. ഷൈജു കുറെ കൊല്ലങ്ങളായിട്ട് കമ്പനി ജോലി ചെയ്യുക, നല്ല ട്രസ്റ്റ് വർത്തി പേഴ്സൺ. അപ്പൊ കമ്പനിയുടെ ഓണേഴ്സോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഷൈജു അവർക്ക് ദൈവം പോലെയാണ്. ഷൈജു വന്നാൽ വേറെ പ്രശ്നമൊന്നും അവിടെ നടക്കൂല. ഓക്കെ, വാട്ട് ഹാപ്പൻ വാസ്, ഇവിടെ ഒരു കസ്റ്റമർ വരുന്നു. ഓക്കെ, ഇതൊരു ഗോൾഡ് ഷോറൂം ആട്ടോ. അപ്പം ഇവിടെ ഒരു കസ്റ്റമർ വരുന്നു, ഇവിടുന്ന് ഗോൾഡ് വാങ്ങുന്നു. അപ്പൊ ഗോൾഡ് വാങ്ങുമ്പം അതിന്റെ ബില്ല് അടിക്കുന്ന ആൾ ആരാണ്? ഷൈജു ആണ് ഇതിന് എന്ത് ചെയ്യുന്നത്? ബില്ല് അടിക്കുന്നത്. ശരിയല്ലേ? അപ്പം പൊതുവെ ഒരു ബില്ല് അടിക്കുമ്പം എന്താണ് എൻട്രി പാസ് ചെയ്യേണ്ടത്? ദ എൻട്രി ടു ബി പാസ് ഇൻ ദ ബുക്സ് ഇസ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് പാസ് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് ആണ് എൻട്രി പാസ് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഷൈജു ചെയ്ത് എന്താന്ന് വെച്ചാൽ, ഇയാളുടെ പേര് മിസ്റ്റർ എ ആണെന്ന് വിചാരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് പാസിംഗ് ദി എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്, ഇയാൾ അവിടെ പാസ് ചെയ്യേണ്ട എൻട്രി ആയിരുന്നു എ അക്കൗണ്ട് ഡെറ്റാർ ടു സെയിൽസ്. ലെറ്റ് us say 1 lakh. പറഞ്ഞ മനസ്സിലായോ? അപ്പം എ എന്ന് പറഞ്ഞ ആളുടെ പേരിൽ ബില്ല് അടിച്ചു. ഈ എ ശരിക്കും ക്യാഷ് തന്നു കഴിഞ്ഞു. ഓക്കെ, ഈ കമ്പനിക്ക് ഒരു പോളിസി ഉണ്ടായിരുന്നു, സ്റ്റാഫിന് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു 30 days ക്രെഡിറ്റ് പീരീഡ് വരെ കൊടുക്കാം. അപ്പൊ ഷൈജു എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ എ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു 30 days വരെ പൈസ തന്നിട്ടില്ലെങ്കിലും ആരും ചോദ്യം ചെയ്യൂല. പക്ഷേ 30 days കഴിഞ്ഞാൽ ഇവർ ചോദ്യം ചെയ്യും. അപ്പൊ ഷൈജു ഭയങ്കര ബുദ്ധിമാനാണ്. ഒരു 25 ദിവസം 26 ദിവസം ആകുമ്പോഴത്തേക്കും വേറെ കസ്റ്റമർ വരും. ഇയാളുടെ പേര് ബി ആണെന്ന് വിചാരിക്കാം. ഇയാൾ വരുമ്പോഴത്തേക്കും ഷൈജു എന്ത് ചെയ്യും? ഇയാൾക്കാണ് അടുത്ത ബില്ലടിക്കുക. അപ്പൊ ബി എന്ത് ചെയ്യും? അതിന്റെ ക്യാഷ് കൊടുക്കൂലേ? അപ്പൊ വീണ്ടും എന്താണ് എൻട്രി വരേണ്ടത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അല്ല എൻട്രി വരേണ്ടത്. ഇയാൾ ചെയ്യുക എന്താ വെച്ചാൽ 2 എൻട്രി പാസ് ചെയ്യും. ഫസ്റ്റ് എൻട്രി ബി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് എന്ന് പറഞ്ഞ് പാസ് ചെയ്യും. അപ്പൊ എന്തായി? ഇതൊരു ക്രെഡിറ്റ് സെയിൽ ആയിട്ട് ബുക്ക് ചെയ്തു. എന്നിട്ട് ബി തന്ന ക്യാഷ് എയുടെ ക്യാഷ് ആയിട്ട് ബുക്സിൽ കാണിച്ചു. അപ്പൊ ഇവിടെ അടുത്ത എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു എ എന്ന് വരും. അപ്പൊ എന്ത് സംഭവിച്ചു? എ തരാനുള്ള പൈസ തന്നു എന്ന് പറഞ്ഞ് കണക്കിൽ വന്നു, എയുടെ 30 days കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആരും ചെക്ക് ചെയ്യാനില്ല. ബിയുടെ പൈസ ക്രെഡിറ്റ് ആയിട്ട് വെച്ചു. ഇനി 25 days കഴിയുമ്പോൾ ബിയുടെ പൈസ റോൾ ചെയ്യും, സിയിലോട്ട് മാറ്റും. വീണ്ടും 25 days കഴിഞ്ഞാൽ സിയുടെ ഫണ്ട് റോൾ ചെയ്യും, ഡിയിലോട്ട് മാറ്റും. ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കും. 1 minute ഫ്രണ്ട്സ്, ഇസ് ദർ എനി നെറ്റ്വർക്ക് ഇഷ്യൂ? ഞാൻ എടുക്കുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഓർ വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ടോ? ഒന്ന് കൺഫേം ചെയ്യണേ. റാഫി, യു ക്യാൻ ലോവർ യുവർ ഹാൻഡ്സ് നൗ. ക്ലിയർ അല്ലേ? കംഫർട്ടബിൾ അല്ലേ? ഓക്കെ, ഫൈൻ. ഒരു ഡൗൺ തംസ് അപ്പ് വന്നു, അതിന്റെ അർത്ഥം എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെന്നാണോ? ജസ്റ്റ് എ മിനിറ്റ്. ലെറ്റ് മീ കൺഫേം ദാറ്റ്. ആണോ? 1 minute. നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ജസ്റ്റ് 1 minute. We have speed, so it should be comfortable now. ഇപ്പൊ ക്ലിയർ ആണോ? അതിന് ഇടയ്ക്ക് ഒരു നെറ്റ് ഡിസ്റ്റർബൻസ് വന്നതായിരിക്കും. ഓക്കെ, പെർഫെക്റ്റ്. ഓൾറൈറ്റ്, കണ്ടിന്യൂ ചെയ്യട്ടെ. Can I continue now? ഓക്കെ, അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ? അക്കൗണ്ട്സ് റിസീവബിൾ ഫ്രോഡ് കേട്ടോ? ഒന്നും കൂടി പറയണോ? ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ്, ഷൈജു എന്ന് പറഞ്ഞ ഒരാള് ആദ്യം എക്ക് ബില്ലടിക്കും. എ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ക്യാഷ് സെയിൽസ് കാണിക്കുന്നതിന്റെ പകരം അത് എന്തായിട്ട് കാണിക്കും? ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് കാണിക്കും. എന്നിട്ട് ഒരു 30 days ആകുമ്പോഴത്തേക്കും ബി വന്ന് ക്യാഷ് തരുമ്പം ബി തന്ന ക്യാഷ് എ തന്നതാണെന്ന് പറഞ്ഞ് ബുക്സിൽ കാണിച്ചിട്ട് ബി എന്ന് പറഞ്ഞ ആളെ ക്രെഡിറ്റർ ഡെപ്റ്റാർ ആക്കി മാറ്റും. അങ്ങനെ റോൾ ചെയ്ത് കളിക്കും. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഇറ്റ് ആസ് എ അക്കൗണ്ട് റിസീവബിൾ ഫ്രോഡ്. സോ ഇത് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ, ഞാൻ കണക്ക് നോക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ട്രെൻഡ്, എക്ക് 25 days, ബിക്ക് 25 days, സിക്ക് 26 days, ഡിക്ക് 27 days. ഇതെങ്ങനെയാണ് ഇയാൾ കറക്റ്റ് ക്രെഡിറ്റ് ലിമിറ്റ് വെച്ച് കൊണ്ടുവന്നത് സംശയം വന്നപ്പം ഒരു ഇ എന്ന് പറഞ്ഞ ആളുടെ നമ്പർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് വിളിച്ചു. ഞാൻ ഈ ഗോൾഡ് ഷോറൂം എന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ ഇവിടെ 5 ലക്ഷം തരാനുണ്ട്, ആ പേയ്മെന്റ് തരാനുള്ള സമയം ആയിട്ടുണ്ടോ എന്നൊരു വിളിച്ചപ്പം അവിടുന്ന് കിട്ടിയ റിപ്ലൈ ആണ്, ഈ പൈസ ഒക്കെ ഞാൻ അന്ന് തന്നെ തന്നിട്ടുണ്ടല്ലോ. അപ്പോഴാണ് സാധനം പൊട്ടിത്തെറിച്ചപ്പം എല്ലാവരെയും വിളിച്ചപ്പോൾ മൊത്തം ആൾക്കാർ അതേപോലെ പറഞ്ഞു. മൊത്തം കൂട്ടിയപ്പം ഓൾമോസ്റ്റ് 75 lakh rupees ആണ് ഇയാൾ അങ്ങനെ റൂട്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. ആരും അണ്ടർസ്റ്റാൻഡിങ് മൈ പോയിന്റ്. പിന്നെ കേസ് കൊടുത്തു, കുറെ നല്ല ഡ്രാമയായി, കാണാൻ നല്ല രസമായിരുന്നു, അടിപിടിയൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. അപ്പം ഇതൊക്കെ ചെയ്ത് സീനായി. അവസാനം ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ പറ്റുന്നത് ഇയാളുടെ അസറ്റ്സിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റിയ എമൗണ്ട് വിഡ്രോ ചെയ്തു, ബാക്കി ഒഴിവാക്കി വിട്ടു. നത്തിങ് എൽസ് കുഡ് ബി ഡൺ ഓവർ ദേർ. സോ ദിസ് ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് വാട്ട് ഫ്രണ്ട്സ്, അക്കൗണ്ട്സ്
റിസീവബിൾ ഫ്രോഡ്. സോ നിങ്ങളൊരു CIE ആയിട്ട് ഈ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കള്ളത്രം നടക്കരുത്. അതിനുള്ള സിസ്റ്റംസ് നിങ്ങൾ അവിടെ കൊണ്ടുവരണം. Are you clear so far? If you're clear, please give a thumbs up in the chat box. Can I go to the next one now? Perfect. Fantastic. ഇടയ്ക്കിടയ്ക്ക് thumbs up തരുന്നപ്പോൾ എനിക്ക് ഒരു ഫ്ലോ കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. സോ വി ലേൺഡ് അബൌട്ട് അക്കൗണ്ട്സ് റിസീവബിൾ ഫ്രോഡ് ഓൾസോ. അടുത്തൊരു ഫ്രോഡ് ആണ് ഫേക്ക് സപ്ലയേഴ്സ്. Write down the next heading in your books. Fake suppliers. Okay? Right. So ഈ fake suppliers എന്ന് പറഞ്ഞാൽ ഇതും ഞാൻ കണ്ടുപിടിച്ചതല്ല. നമ്മൾ അറിയുന്ന ഒരു കമ്പനിയിൽ അറിയുന്ന ഒരാള് ഇങ്ങനത്തെ ഒരു പണി ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതില് വാട്ട് ഹാപ്പൻസ് ഇസ്, ഒരു കമ്പനിയിൽ there are different departments. So there is a department which is called as a payables department. Normally ഈ ഡിപ്പാർട്ട്മെന്റിൽ ഹയർ ചെയ്യുന്ന ആൾക്കാർ ഏത് CMA US പഠിക്കുന്ന ക്വാളിഫൈ ചെയ്ത ആൾക്കാരായിരിക്കാം, ACCA പഠിച്ച ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ടൻസ് ആയ ആൾക്കാരാണ് പൊതുവെ വർക്ക് ചെയ്യുക. സംടൈംസ് ഈവൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓൾസോ വർക്ക് ഇൻ ദിസ് ഫീൽഡ്. അക്കൗണ്ടൻസ് ഓഫ് CMA US പൊതുവെ ഈ KPMG അങ്ങനത്തെ കമ്പനീസ് ഒക്കെ പ്രിഫർ ചെയ്യുക നോർമലി. ഓക്കെ, കാരണം ഓരോ ആൾക്കും ഓരോ റോൾസ് ആണല്ലോ കൊടുക്കുക. ഇതിന്റെ റോൾ വളരെ സിമ്പിൾ ആണ്. ഇവർക്ക് കുറെ സപ്ലയേഴ്സ് ഉണ്ടാവും. വാട്ട് ഡു യു മീൻ ബൈ സപ്ലയേഴ്സ്? ഇവരെ കയ്യിൽ നിന്ന് സാധനം കമ്പനി വാങ്ങിയിട്ടുണ്ടാവും. ഇത് കമ്പനി ആണെങ്കിൽ ഈ സപ്ലയേഴ്സ് ഇങ്ങോട്ടേക്ക് സാധനം വിൽക്കും. അതിന്റെ പൈസയാണ് കൊടുക്കേണ്ടത്. സോ ലെറ്റ് us say there is a supplier A. എക്ക് ഒരു ലെറ്റ് us say ഒരു $100,000 പേയബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ പേയബിൾ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? അതിന്റെ ടൈം നോക്കിയിട്ട് അതിനുള്ള ചെക്കൊക്കെ അവർ എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്യും. ആർ യു അണ്ടർസ്റ്റാൻഡിങ് മൈ പോയിന്റ് ഫ്രണ്ട്സ്? ഓക്കെ, അതിനുള്ള ചെക്കും കാര്യങ്ങളൊക്കെ അവർ ഇഷ്യൂ ചെയ്യും. ഇതാണ് പൊതുവെ ചെയ്യുക. ഇനി ഇതിൽ ഈ പേയബിൾ ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു ഫ്രോഡ് ചങ്ങ ഉണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫേക്ക് ആയിട്ടുള്ള സപ്ലയർ ക്രിയേറ്റ് ചെയ്യും, സച്ച് ആസ് B ഫോർ എക്സാമ്പിൾ. അപ്പൊ ഇയാൾ ബുക്സിൽ ഒരു എൻട്രി പാസ് ചെയ്യും, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റാർ ടു B. ഇപ്പൊ എന്ത് വന്നു? ഈ B എന്ന് പറഞ്ഞ ആൾക്ക് പൈസ കൊടുക്കാണ്ടാവുമല്ലോ. ലെറ്റ് us say ഈ B എന്ന് പറഞ്ഞ ആൾക്ക് ഒരു $500 കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, B എന്ന് പറഞ്ഞ ആൾ ശരിക്കും ഇല്ല. ഈ B എന്ന് പറഞ്ഞ ആളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ പേയബിൾ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുടെ വല്ല ഫ്രണ്ടിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്യും? അയാൾക്ക് പോയിട്ട് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക് എന്ത് സംഭവിച്ചു? ഈ B എന്ന് പറഞ്ഞ ആൾക്ക് ആ പൈസ കിട്ടി. പക്ഷെ ആക്ച്വലി അത് കമ്പനിക്ക് ഒരു ഫ്രോഡ് ആയിട്ട് മാറുകയാണ്. അങ്ങനത്തെ ഒരു പേയ്മെന്റ് കമ്പനിക്ക് കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഇറ്റ് ആസ് ഫേക്ക് സപ്ലയേഴ്സ്. ആർ യു ക്ലിയർ വിത്ത് ദിസ് പാർട്ട് ഫ്രണ്ട്സ്? ക്ലിയർ ആണെങ്കിൽ can you please put a thumbs up in the chat box? Fantastic. Keep on responding so that we can go in the same flow. ഇവിടെ വരെ എല്ലാവരും ക്ലിയർ ആണല്ലോ? സോ എന്തൊക്കെ നമ്മൾ പഠിച്ചത് സമ്മറി നമുക്ക് പവർ നോട്ട്സ് നോക്കി നോക്കാം. ആദ്യം നോക്കിയ ഫസ്റ്റ് ഫ്രോഡ് ആണ് എന്ത്? അസറ്റ് മിസ് അപ്രോപ്രിയേഷൻ. രണ്ടാമത് വന്ന ഫ്രോഡ് എന്താണ്? ക്യാഷ് തെഫ്റ്റ്, ക്യാഷും കട്ടെടുത്ത് കൊണ്ടുപോയി. മൂന്നാമത്തെ ഫ്രോഡ് എന്താണ്? ഇൻവെന്ററി തെഫ്റ്റ് ആണ് മൂന്നാമത്തെ വരുന്ന ഫ്രോഡ്. നാലാമത്തെ ഫ്രോഡ് എന്താണ്? അക്കൗണ്ട്സ് റിസീവബിൾ ഫ്രോഡ് ആണ് നാലാമത്തെ ഫ്രോഡ്. അഞ്ചാമത്തെ എന്ത് പഠിച്ചു? ഫേക്ക് റിസീവബിൾ. ആറാമത്തെ ഫ്രോഡാണ് എക്സ്പെൻസ് റീഇംബേഴ്സ്മെന്റ് സ്കീം. ഇത് കുറെ കമ്പനീസ് ചെയ്യുന്ന ഒരു ഫ്രോഡാണ്, എക്സ്പെൻസ് റീഇംബേഴ്സ്മെന്റ് സ്കീം. സോ ലെറ്റ് us say ഇവിടെ ഒരു കമ്പനി ഉണ്ട്, ABC കമ്പനി. ഓൾറൈറ്റ്, ഈ ABC എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു ട്രാവൽ പോളിസി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ സെയിൽസ് ആൾക്കാർക്കൊക്കെ സെയിൽസിന് വേണ്ടി പുറത്ത് പോകേണ്ട ആവശ്യം വരാം. അപ്പൊ ഇവർക്കൊരു പോളിസി ഉണ്ടാവും, ഈ സെയിൽസ് ടീം പുറത്ത് പോവുകയാണെങ്കിൽ അവർക്കൊരു ഹോട്ടലിന്റെ സ്റ്റേ അവർ സമ്മതിച്ചു കൊടുക്കും. എന്നിട്ട് പറയും നിങ്ങൾക്ക് ഹോട്ടലിൽ താമസിക്കാം, അതിന്റെ വാടക, ഹോട്ടലിന്റെ വാടക 2500 rupees പെർ ഡേ വരെയാണ് മാക്സിമം നമ്മൾ സമ്മതിക്കുകയുള്ളൂ. പക്ഷെ ഇതിന് എന്തുകൂടി അവർ പ്രൊവൈഡ് ചെയ്യണം? അവർ ബില്ലും കൂടി അവർ പ്രൊവൈഡ് ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? അപ്പം ഈ ABC കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫ് ഉണ്ട്, മിസ്റ്റർ A എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് വിചാരിക്കുക. ഈ A എന്ന് പറഞ്ഞ ആൾക്ക് ബാംഗ്ലൂരിൽ ഒരു വർക്ക് ഉണ്ട്, അവിടെ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇയാളുടെ സ്ഥലം കൊച്ചിയാണെന്ന് വിചാരിക്കുക. ഇയാൾ ബാംഗ്ലൂരിലോട്ട് പോകാൻ നിൽക്കുക. ബാംഗ്ലൂരിൽ പോയിട്ട് ഈ ഹോട്ടലിൽ താമസിച്ചാൽ ഇയാൾക്ക് അവിടെ ഒരു സ്റ്റേ കൊടുക്കണമല്ലോ. അപ്പം കമ്പനിയുടെ പോളിസിയാണ് നിങ്ങൾക്ക് ഹോട്ടലിൽ താമസിക്കുമ്പം 2500 രൂപ വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, റൂമിന്റെ വാടക പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ബില്ലും കൂടി നിങ്ങൾ കാണിച്ചു തരണം. അപ്പൊ ഈ മിസ്റ്റർ A എന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഒരു ലോക്കൽ ലോഡ്ജിൽ പോയിട്ട് താമസിക്കും. ഈ
ഈ ലോഡ്ജിന് കൊടുക്കുന്ന വാടക ചിലപ്പം 500 rupees പെർ ഡേ ആയിരിക്കും. പക്ഷേ ഇയാളുടെ കയ്യിൽ നിന്ന് ലോഡ്ജിന് ബില്ല് വാങ്ങുമ്പം ഈ റിസപ്ഷൻ ടീമിനോട് പറയും, എനിക്ക് നിങ്ങൾ ബില്ല് അടിച്ചു തരുമ്പം 500 രൂപയുടെ ബില്ല് അടിച്ച് തരരുത്, എനിക്ക് നിങ്ങൾ ബില്ല് അടിച്ചു തരുമ്പം 2500 രൂപയുടെ ബില്ല് അടിച്ച് തരണം എന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് ബിൽ ഇവർ എന്ത് ചെയ്യും, ഇവിടുന്ന് വാങ്ങും. എന്നിട്ട് ഈ ബിൽ വെച്ചിട്ട് കമ്പനിക്ക് കൊടുത്തിട്ട് കമ്പനിയുടെ കയ്യിൽ നിന്ന് എന്താണ് ഇവർ വാങ്ങുക, റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആ പൈസ തിരിച്ച് ഇവർ എടുക്കുകയാണ് ചെയ്യുക. Did you understand the fraud that is happening over here, friends? This is a classic example of expense reimbursement scheme. If you are clear, can you please put a thumbs up in the chat box, friends? പെർഫെക്റ്റ്. ഇതേപോലെ വേറൊരു കള്ളത്തരം കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഈ കള്ളത്തരം കാണിച്ചു തരുന്നത് നിങ്ങൾ കുറെ ആൾക്കാരൊക്കെ അക്കൗണ്ടൻസ് ആണ്, കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. ഓക്കെ, കമ്പനിയിൽ പോയിട്ട് പണി ചെയ്യരുത് കേട്ടോ. ഇത് ചെയ്യാതിരിക്കാനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എവറിബഡി ക്ലിയർ? ഇതേപോലെ വരുന്ന വേറൊരു ഫ്രോഡാണ്. കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എക്ക് ബാംഗ്ലൂരിലോട്ട് പോകണം. ഓക്കെ, അപ്പൊ മിസ്റ്റർ എയുടെ ട്രാവൽ പോളിസി പറഞ്ഞിരിക്കുന്നത് മിസ്റ്റർ എക്ക് ഒരു 3 ടയർ AC 3A AC വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പൊ മിസ്റ്റർ എ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാംഗ്ലൂരിലോട്ട് ആദ്യം 3 AC ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഈ ടിക്കറ്റിന് വരുന്ന വില ചിലപ്പോൾ 3000 rupees ആയിരിക്കും. മനസ്സിലായോ? ആ ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് കിട്ടിയല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ടിക്കറ്റ് അയാൾ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കയ്യിൽ റീഫണ്ട് കിട്ടും. ഓക്കെ, ഇത്ര ഡേയ്സിന് മുമ്പാണെങ്കിൽ വലിയ ഡിഡക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഫുൾ പേയ്മെന്റ് കിട്ടാറുണ്ട്. ലെറ്റസ് ഇയാൾക്ക് 2700 രൂപ തിരിച്ച് കിട്ടിയെന്ന് വിചാരിക്കാം. പറഞ്ഞ മനസ്സിലായോ? എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യും, ഒരു സ്ലീപ്പർ അല്ലെങ്കിൽ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ബാംഗ്ലൂരിലോട്ട് പോകും. അപ്പൊ അതിന് ചിലപ്പോൾ വരുന്ന ടിക്കറ്റ് പ്രൈസ് 500 rupees മാത്രമായിരിക്കും. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ ഒരു 3000 ടിക്കറ്റ് വാങ്ങി, അത് റീഫണ്ട് കിട്ടി, 2700 തിരിച്ചു കിട്ടി. കമ്പനിയിൽ കൊടുത്തിട്ട് ആ 3000 rupees തന്നെ ഇയാൾ തിരിച്ച് എന്ത് ചെയ്യും, റീഇംബേഴ്സ്മെന്റ് ആയിട്ട് തിരിച്ച് കയ്യിലോട്ട് എടുക്കും. പക്ഷെ ശരിക്കും ഇയാൾക്ക് വന്ന ചെലവ് എത്ര വന്നിട്ടുണ്ടാവുള്ളൂ, 500 rupees മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. ദിസ് ഇസ് അനദർ എക്സാമ്പിൾ ഓഫ് expense reimbursement scheme. Are you all clear with this part? If you are clear, please put a thumbs up in the chat box. ഇതൊന്നും നിങ്ങളുടെ കമ്പനിയിൽ ചെയ്യരുത്. ബാക്കി ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ അവരെ പിടിച്ചു നിർത്തണം. CIAയിൽ പാർട്ട് 3 വരുന്നുണ്ട്. അത് കോഡ് ഓഫ് എത്തിക്സ് ആണ്. എത്തിക്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ അതൊക്കെ പഠിപ്പിക്കും. ആദ്യം കള്ളത്തരം പഠിപ്പിക്കും, പിന്നെ ചെയ്യാതിരിക്കാനുള്ള സിസ്റ്റം പഠിപ്പിക്കും, പിന്നെ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കൂടി പഠിപ്പിച്ചു തരും. കാരണം ഒരു CIA കള്ളത്തരം ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞാൽ കുറെ കള്ളത്തരങ്ങൾ ചെയ്യാം. കാരണം അതൊക്കെ പഠിച്ചിട്ടാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. ആർ യു അണ്ടർസ്റ്റാൻഡിങ് മൈ പോയിന്റ്, മൈ ഡിയർ ഫ്രണ്ട്സ്? ഓൾ റൈറ്റ്, സോ ഐ തിങ്ക് വി ആർ ക്ലിയർ വിത്ത് ദിസ് പാർട്ട് നൗ. Can I go to the next part? Fantastic. So എന്തൊക്കെ പഠിച്ചു ഫ്രണ്ട്സ്? Asset misappropriation. പിന്നെ എന്ത് പഠിച്ചു? Cash theft. പിന്നെ എന്ത് പഠിച്ചു? Inventory theft. പിന്നെ എന്ത് പഠിച്ചു? Accounts receivable fraud. പിന്നെ എന്ത് പഠിച്ചു? Fake suppliers. പിന്നെ എന്ത് പഠിച്ചു? എക്സ്പെൻസ് റീഇംബേഴ്സ്മെന്റ് സ്കീം. അടുത്തതാണ് ചെക്ക് ടാമ്പറിംഗ്. ചെക്ക് ടാമ്പറിംഗ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സിനിമ കാണാൻ ഇഷ്ടമാണോ? ദർ ഇസ് എ ബ്യൂട്ടിഫുൾ മൂവി ഓൺ ചെക്ക് ടാമ്പറിംഗ്. ഇപ്പൊ അത് അധികം നടക്കൂല, കാരണം ഇപ്പൊ ഓൾമോസ്റ്റ് ബാങ്ക്സ് ഒക്കെ ഭയങ്കര അഡ്വാൻസ് ലെവലിൽ എത്തി. ഐ ഫോർഗോട്ട് ദ മൂവീസ് നെയിം. ഗിവ് മീ വൺ മൊമെന്റ്, ഐ വോണ്ട് ടു ഷോ യു ദാറ്റ് മൂവി. ഈ മൂവി കാണണം. നമ്മുടെ ഇയാളാണ് ചെയ്തിരിക്കുന്നത്. ടൈറ്റാനിക്കിന്റെ ആക്ടറിന്റെ പേര് എന്തായിരുന്നു? ലിയനാർഡോ, റൈറ്റ്? മൂവി ഓഫ് ലിയനാർഡോ ഓൺ ഏതാണ്? ഹൈലൈറ്റ് മൂവിയാണോ? പൈലറ്റ് അല്ല, ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. യെസ്, ഇതാണ് മൂവിയുടെ പേര്, ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. ഈ മൂവി നോട്ട് ചെയ്ത് വെക്കൂ, എന്തായാലും എല്ലാവരും കാണണം കേട്ടോ. ഓക്കെ, പൈലറ്റ് മൂവി അങ്ങനെ തന്നെയാണോ എനിക്ക് അറിയില്ല, അത് ചെക്ക് ചെയ്ത് നോക്കണം. 1 minute. ഇത് നോട്ട് ചെയ്തോളൂ. പൈലറ്റ് ആയിട്ട് നിങ്ങൾ അത് കുറെ മൂവി ചെയ്തിട്ടുണ്ടാവും. ഇതൊരു ചെക്ക് ടാമ്പറിന്റെ മുകളിലുള്ള മൂവിയാണ്. എന്ന് പറഞ്ഞാൽ ഇതില് എന്താ കഥ പറഞ്ഞുതരാം. ലിയനാർഡോ എന്ന് പറയുന്ന ഒരാള് ഒരു പൈസ ഇല്ലാത്തത് കൊണ്ട് അന്ന് പണ്ട് ബാങ്കിങ് സിസ്റ്റം വളരെ വീക്ക് ആയിരുന്നു. അപ്പൊ ഇയാള് കുറെ ചെക്കൊക്കെ എഴുതി ഇത് റോൾ ചെയ്ത് വരണം. എന്നൊരു ചെക്ക് ബാങ്കിൽ കൊടുത്ത് പ്രോസസ് ചെയ്തിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് വരണ്ടേ. അതിന്റെ അടുത്ത് ഇയാൾ കുറെ കള്ളത്തരം ചെയ്തിട്ട് ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കിയ ഒരാളായിരുന്നു. ഇത് റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഒരാൾ ശരിക്കും ചെയ്ത ഒരാളുടെ സ്റ്റോറിയാണ് ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. ബ്യൂട്ടിഫുൾ മൂവി. ഫ്രീ ആകുമ്പോൾ എന്തായാലും കാണണം. ഈ ചെക്ക് ടാമ്പറിംഗ് ഫ്രോഡ് കറക്റ്റ് ആയിട്ട് ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിൽ അവസാനം ഇവന് പിടിക്കുമ്പം ഇവന് ജയിലിൽ ഇടാൻ പറ്റൂല. ബിക്കോസ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നത് 12 വയസ്സ് മുതൽ 18 വയസ്സിന്റെ ഉള്ളിലാണ്. ഈസ് എൻ അണ്ടർ ഏജ് പേഴ്സൺ.
എന്നിട്ട് ഇയാൾ പിടിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അവർ ചെയ്തെന്താന്ന് വെച്ചാൽ ഇവനെ ബാങ്കിന്റെ ഓഡിറ്റർ ആക്കി മാറ്റി. കാരണം ആസ് എൻ ഓഡിറ്റർ ഇവനെല്ലാ കള്ളത്തരം ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ഇവനെ കള്ളത്തരം പിടിക്കാൻ ഇവന് പറ്റിയ കഴിവ് വേറെ ആർക്കും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഇവൻ ബാങ്കിന് കോടിക്കണക്കിന് ഫ്രോഡ്സ് സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ റിയൽ ലൈഫ് മൂവി ഫ്രണ്ട്സ്. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. ഫ്രീ ആണെങ്കിൽ ആ മൂവി നിങ്ങൾ എന്തായാലും കാണണം. എവറിബഡി ക്ലിയർ? സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ചെക്ക് ടാമ്പറിംഗ്. ആർ യു ക്ലിയർ സോ ഫാർ? പ്ലീസ് പുട്ട് എ തംസ് അപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ് ഇഫ് യു ആർ ക്ലിയർ വിത്ത് ദിസ്. യെസ്, അടുത്ത ഫ്രോഡ് ആണ് പേറോൾ ഫ്രോഡ്. റൈറ്റ് ഡൗൺ ദ നെക്സ്റ്റ് ഹെഡിങ് ഇൻ യുവർ ബുക്സ്. പേറോൾ ഫ്രോഡ്. ഈ പേറോൾ ഫ്രോഡ് 2-3 രീതിയിൽ നടക്കും. ഐ വിൽ ഷോ യു പേറോൾ ഫ്രോഡ് മെത്തേഡ് നമ്പർ 1. ഇത് പല രീതിയിൽ നടക്കുന്നതാണ്. വൺ മെത്തേഡ് ഐ ഷോ യു മൾട്ടിപ്പിൾ മെത്തേഡ്സ്. വാട്ട് ഇസ് എ പേറോൾ? ഒരാൾക്ക് കൊടുക്കുന്ന സാലറി ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതൊരു കമ്പനിയിൽ കണ്ടുപിടിച്ചു. ഇതൊരു സെയിൽസ് സ്റ്റാഫ് ആണ്. ഇതിൽ സെയിൽസ് സ്റ്റാഫിന്റെ പേര് ആദ്യം കൊടുക്കും. ABC 3 സ്റ്റാഫാന്ന് വിചാരിക്കാം. അപ്പൊ ഇവര് പൊതുവെ ഒരു പേറോൾ എന്തൊക്കെയാ കൊടുക്കുക? ഇവർ എത്ര ഡേയ്സ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കും. ശരിയല്ലേ? ഓക്കെ, ഇത് പൊതുവെ ഇവർക്ക് ഒരു പഞ്ചിങ് മെഷീൻ ഉണ്ടാവും. ആ പഞ്ചിങ് മെഷീൻ എടുത്തിട്ടാണ് ഈ സാധനം കൊടുക്കുക. അപ്പൊ ഞാനൊരു 20 ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പഞ്ച് ചെയ്ത് 20 ഡേയ്സ് ആണെങ്കിൽ 20 ഡേയ്സിന്റെ സാലറിയിൽ കൊടുക്കാൻ പാടുള്ളൂ. ഇത് ശരിക്കുള്ള ഡേയ്സ് വർക്ക് 20 ഡേയ്സ് ആണെങ്കിൽ അവർ അക്കൗണ്ടന്റ് എന്ത് ചെയ്യും? ഇവനോട് ടൈപ്പ് ചെയ്യും. എന്നിട്ട് പറയും ഇത് വേറെ ആരും നോക്കാറില്ല, ഞാൻ മാത്രമേ നോക്കുന്നുള്ളൂ. ഇത് ഞാൻ 20 അല്ല 22 ആക്കി തരാം. അപ്പൊ നിനക്ക് എക്സ്ട്രാ 2 ഡേയ്സിന്റെ സാലറി കിട്ടും. ശരിയല്ലേ? ഈ എക്സ്ട്രാ സാലറിയിൽ പകുതി എനിക്ക് പകുതി നിനക്ക്. അങ്ങനെ രണ്ടുപേരും എന്ത് ചെയ്യും? കമ്പനിയുടെ കയ്യിൽ നിന്ന് സാലറി കൂടുതൽ വാങ്ങിയിട്ട് ഇവർ രണ്ടുപേരും ഇടയ്ക്ക് സ്പ്ലിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് വൺ എക്സാമ്പിൾ ഓഫ് പേറോൾ ഫ്രോഡ്. ഫ്രോഡ് നമ്പർ 2. ഇത് കൂടാതെ അവർക്ക് എന്ത് കൊടുക്കും? ഇവിടെ ഒരു ഇൻസെന്റീവ് കൊടുക്കും. ശരിയല്ലേ? അപ്പൊ ഇൻസെന്റീവ് കൊടുക്കുമ്പോൾ പൊതുവെ അവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ലെറ്റ് സേ ഞാനിപ്പോ ഒരു 5 യൂണിറ്റ്സ് വിറ്റാൽ എനിക്ക് പെർ യൂണിറ്റ് ഒരു 1000 റുപ്പീസ് ഇൻസെന്റീവ് ഉണ്ടെങ്കിൽ എത്രയാണ് കിട്ടാൻ പാടുള്ളൂ? 5000 റുപ്പീസ് കിട്ടാൻ പാടുള്ളൂ. ശരിക്കും വിറ്റ 5 യൂണിറ്റ്സ് ആണെങ്കിൽ ഇവിടെ പോയിട്ട് വെറുതെ അവർ എന്ത് ചെയ്യും? 6 യൂണിറ്റ്സ് നേടി കളയും. അപ്പം ഇയാൾക്ക് 5000 കിട്ടുന്നത് എത്ര ഇൻസെന്റീവ് കയ്യിൽ കിട്ടും? 6000 റുപ്പീസിന്റെ ഇൻസെന്റീവ് ആണ് ഇയാളുടെ കയ്യിലോട്ട് കിട്ടുക. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? സോ ദാറ്റ് ഇസ് വാട്ട് ദേ കോൾ ഇറ്റ് ആസ് പേറോൾ ഫ്രോഡ്. ഞാനൊരു കമ്പനിയിൽ പോയിട്ട് കണ്ടുപിടിച്ചു. ഈ ഇൻസെന്റീവ് കൊടുത്ത സാധനം വെച്ച് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് പോയിട്ട് കറക്റ്റ് റിപ്പോർട്ട് എടുത്തപ്പം ഡിഫറൻസ് കണ്ടു. പിന്നെ നോക്കുമ്പോൾ ഇതേ ആള് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് 1.5 ലാഖിന്റെ മുകളിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ട്. പിടിച്ചു, പുറത്താക്കി. പേറോൾ ഫ്രോഡ്. ഇതും എങ്ങനെ ചെക്ക് ചെയ്യാം? പഞ്ചിങ് റിപ്പോർട്ട് എടുക്കുക, ആക്ച്വൽ ഡേയ്സ് വർക്ക് നോക്കുക, ആ ഡിഫറൻസ് എന്താണോ അത്രയും ഡേയ്സിന് ഇയാൾ വെറുതെ എന്ത് ചെയ്തിട്ടുണ്ടാവും? സാലറി വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഇറ്റ് ആസ് പേറോൾ ഫ്രോഡ്. Everybody clear with this part? Please put a thumbs up in the chat box. Fantastic. So I hope everybody is clear with this now. Payroll fraud is over. അടുത്ത എന്ത് ഫ്രോഡാ വരുന്നത്? Fraudulent financial reporting. Fraudulent financial reporting. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ദ സത്യം സ്കാൻഡൽ. ആർ യു ഫെമിലിയർ വിത്ത് ദ സത്യം സ്കാൻഡൽ? അതിന്റെ ഒരു ബ്രീഫ് പറഞ്ഞുതരാം. സത്യം ചെയ്ത പണി എന്താന്ന് വെച്ചാൽ, ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് കമ്പനിയാണ്. ലിസ്റ്റഡ് കമ്പനി എപ്പോഴും ഹൈ പ്രഷറിലാണ് ഉണ്ടാവുക. റീസൺ എന്താന്ന് വെച്ചാൽ, ഈ കമ്പനിയുടെ സെയിൽസ് കൂടുന്തോറും ഇതിന്റെ പ്രൈസ് അവിടെ കൂടിക്കൊണ്ടിരിക്കും. ഈ കമ്പനിയുടെ സെയിൽസ് വീഴും തോറും ഇവരുടെ പ്രൈസ് വീഴും. ശരിയല്ലേ? അപ്പം സത്യം എന്ന് പറഞ്ഞ കമ്പനിയുടെ ലാഭം കുറയുന്നുണ്ടായിരുന്നു. കുറയുന്ന ലാഭം ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് അടിഞ്ഞു വീഴും. അതങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി സത്യം ചെയ്ത ഒരു ഫ്രോഡ് എൻട്രി ആണ്. ബുക്സിൽ ലാഭം കൂട്ടാൻ വേണ്ടി പാസ് ചെയ്തൊരു എൻട്രി ആണ്. FD അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഇൻകം. FD ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്കായ ഇൻട്രസ്റ്റ് ബുക്ക് ചെയ്തു. അതും 1 കോടിയോ 2 കോടിയോ അല്ല. ഇവർ ബുക്ക് ചെയ്ത ഇൻട്രസ്റ്റ് ഇൻകം വാസ് 10,000 crore. എന്നിട്ട് ഓഡിറ്റേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പം ഇതിനവർ എന്ത് ചെയ്യും? അവർ പൊതുവെ എന്താ ചെക്ക് ചെയ്യുക? FDക്ക് റിസിപ്റ്റ് ഉണ്ടോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. എൻട്രി പോയിട്ട് നോക്കൂല. അപ്പൊ അവർ നോക്കുമ്പോൾ FD ഉണ്ട്, 10,000 കോടിയുടെ FD ഉണ്ട്. അവരോട് ചോദിച്ചു FDയുടെ സ്ലിപ്പ് എവിടെയാണ്?
ഇവർ പോയിട്ട് ഫേക്ക് ആയിട്ടുള്ള FD സ്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഇവരെ കയ്യിൽ കൊടുത്തു. അങ്ങനെ കൊടുത്ത് ഒരു കൊല്ലം കമ്പനി ലാഭത്താക്കി. ഓഡിറ്റർ ഇത് കറക്റ്റ്ലി ചെക്ക് ചെയ്തിട്ടില്ല, അപ്രൂവ് ചെയ്തു, കണക്ക് സബ്മിറ്റ് ആയി. അടുത്ത കൊല്ലം വീണ്ടും ലോസ്. വീണ്ടും പിടിക്കാൻ വേണ്ടി ഇവർ 12,000 കോടി വെച്ച് FD കാണിച്ചു. ഒരു കൊല്ലം കാണിക്കാം, 2 കൊല്ലം കാണിക്കാം, മൂന്നാമത്തെ കൊല്ലം ആകുമ്പോഴത്തേക്കും ഇവരുടെ FDയുടെ എമൗണ്ട് 35,000 കോടിയായി. അപ്പം ഓഡിറ്റർക്ക് സംശയം വന്നു, എന്തിനാണ് ഒരു കമ്പനി 35,000 കോടി FDയിൽ പോയിട്ട് ഇട്ടിരിക്കുന്നത്? അങ്ങനെ ഇവര് ബാങ്കിൽ പോയിട്ട് വിളിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു. ബാങ്കിന് സ്റ്റേറ്റ്മെന്റ് കിട്ടിയപ്പം FD വാല്യൂ എത്രയാ? 0. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇവർ പോയിട്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും രാജു എന്നായിരുന്നു അയാളുടെ പേര്, ഐ തിങ്ക് രാമലിംഗ രാജു വാസ് ദ ഡയറക്ടർ. അയാളെ പാനിക് അടിച്ചിട്ട് നേരെ ന്യൂസിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ മൊത്തം ഫ്രോഡാ ചെയ്തത്, എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ സത്യത്തിന്റെ കമ്പനിയുടെ ഷെയർ വിച്ച് വാസ് 522 rupees, വിതിൻ 1 week it fell down to 12 rupees per share. പറഞ്ഞു മനസ്സിലായല്ലോ? This is what we call it as fraudulent financial reporting. Are you all clear with the concept of fraudulent financial reporting, friends? If you are clear, can you please put a thumbs up in the chat box? Fantastic. So I think we are clear with fraudulent financial reporting also. Ready? Okay. അടുത്തതിലോട്ട് കടക്കട്ടെ. നെക്സ്റ്റ് വരുന്ന ഒരു ഫ്രോഡ് ആണ് വിച്ച് ഇസ് കോൾഡ് ആസ് അഗ്രസീവ് അക്കൗണ്ടിങ്. ഈ ഒരു ഫ്രോഡാണ് ബൈജൂസ് ആപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആർ യു ഫെമിലിയർ വിത്ത് ദിസ് കമ്പനി ബൈജൂസ് ആപ്പ്? കേട്ടിട്ടില്ലേ? ബൈജു ചെയ്തെന്താന്ന് വെച്ചാൽ അയാളുടെ ഫിനാൻഷ്യൽസ് വരുമ്പോൾ ഇവർക്ക് അഡ്മിഷൻസ് വരും. സോ ലെറ്റ് us say ഒരു മിസ്റ്റർ എ എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബൈജൂസിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്ത മാസം മാർച്ച് 1 അയാൾ പേ ചെയ്യാനുള്ള ഫീസ് ഒരു 1 lakh rupees, അല്ലെങ്കിൽ 1 lakh വേണ്ട, 1,20,000 rupees, ഒരു 10,000 per month ആണെന്ന് വിചാരിക്കുക. 1,20,000 rupees. കോഴ്സിന് വരുന്ന ഡ്യൂറേഷൻ 1 year ഡ്യൂറേഷൻ ആണെന്ന് വിചാരിക്കുക. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? എന്നിട്ട് മിസ്റ്റർ എ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പ്രോസസ്സിലോട്ട് അവരുടെ ഫീസ് വാങ്ങി. ഫീസ് അവരുടെ പോളിസി എന്താണ്? 100% അഡ്വാൻസ് ആയിട്ട് വാങ്ങും. അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്നത് ബേസിക്കലി എങ്ങനെയാ വാങ്ങാന്ന് വെച്ചാൽ ഇവർക്ക് ബാങ്കായിട്ട് ടൈപ്പ് ഉണ്ട്, ബജാജ് ഫിനാൻസ്, ഇങ്ങനത്തെ കുറെ ബാങ്ക്സ് ഉണ്ടാവും. അവരെന്ത് ചെയ്യും, ചിലപ്പോൾ EMI ഓപ്ഷൻസ് കൊടുക്കും. അപ്പൊ ഇവർക്ക് 100% ഫീസ് അഡ്വാൻസ് ആയിട്ട് ബാങ്കിൽ വരുമ്പോൾ ഐഡിയലി മാർച്ച് 1 പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ഇത് അടുത്ത മാർച്ച് 1 വരെ അല്ലേ, മാർച്ച് 1, 2026. ഇഫ് ഇറ്റ് ഇസ് 2025 ആണെങ്കിൽ 2026 വരെയുള്ള ഇൻകം അല്ലേ വരുന്നത്. സോ ഐഡിയലി മാർച്ച് 2025 വരേണ്ട ഇൻകം വിൽ ബി ഓൺലി 10,000 rupees. റിമൈനിങ് 1,10,000 rupees എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മുതൽ മാർച്ച് 2026 വരെയുള്ള ആ ഒരു കൊല്ലത്തിന്റെ ഇൻകം ആണ് എന്ത് വരുന്നത്, ഈ പറയുന്ന 1,10,000 വരേണ്ടത്. ശരിയല്ലേ? ആർ യു ഓൾ ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? സോ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ബൈജു ചെയ്ത് എന്താന്ന് വെച്ചാൽ ഈ ഫുൾ ഇൻകം 24-25 പീരീഡിൽ പോയിട്ട് കംപ്ലീറ്റ് 1,20,000 അവർ ഇൻകം ആയിട്ട് പോയിട്ട് ബുക്ക് ചെയ്തു, ടെലിംഗ് ദാറ്റ് ഐ ഹാവ് ഓൾറെഡി റിസീവ്ഡ് ദ മണി. ഇത് ഒരു കുട്ടിയോ 2 കുട്ടിയോ അല്ല, ഇത് അവർ ചെയ്തിരുന്നത് ഓൾമോസ്റ്റ് 5,000 സ്റ്റുഡൻസിന്റെ ആയിരുന്നു. സോ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് എത്രയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എവറിബഡി ക്ലിയർ? ഓൾമോസ്റ്റ് 50-55 crore ഇൻകം കൂട്ടി കാണിച്ചു. അത് വന്നപ്പോഴത്തേക്കും ഓഡിറ്റർ അത് സമ്മതിച്ചില്ല. ബൈജു അടി ഉണ്ടാക്കി, ഇതേ ചെയ്താലേ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. ഫൈനലി ഇത് പ്രശ്നമായപ്പോഴത്തേക്കും ഓഡിറ്റർ എന്ത് ചെയ്തു, റിസൈൻ ചെയ്തു. ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞ് ബാക്ക് അടിച്ചു. അത് ബാക്ക് അടിച്ചപ്പോഴത്തേക്കും ഡയറക്ടേഴ്സ് ഒക്കെ പേടിച്ചു, അവർ കുടുങ്ങുമെന്ന് പറഞ്ഞ് പേടിച്ചു, അവരും റിസൈൻ ചെയ്തു. ഇതൊക്കെ റിസൈൻ ചെയ്തപ്പോൾ ബൈജൂസ് പെട്ടെന്ന് അടിച്ചു വീണു. ബൈജൂസ് ആപ്പിന്റെ മാർക്കറ്റ് വാല്യൂവേഷൻ വാസ് $22 billion. ഇത്ര ഹൈ വാല്യൂവേഷൻ ഉള്ള വേറെ ഒരു എഡ്യൂക്കേഷൻ ടെക്നോളജി കമ്പനി ഉണ്ടായിരുന്നില്ല. അടിച്ചു വീണിട്ട് ഇന്ന് ഇതിന്റെ വാല്യൂവേഷൻ ഇസ് ഹാർഡ്ലി $0.5 billion. അതും പെട്ടെന്ന് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട് ഫ്രണ്ട്സ്? Aggressive accounting. Are you all clear so far? If you are clear, can you please put a thumbs up in the chat box? Fantastic, friends. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ I'll upload this in the app and
ഫ്രം ടുമോറോ നിങ്ങൾക്ക് എന്റെ റെക്കോർഡഡ് ക്ലാസ്സും കൂടി അവൈലബിൾ ആയിരിക്കും. ഓൾറൈറ്റ്, ജസ്റ്റ് കോൺടാക്ട് സിയ, ഷീ ഈസ് ദ വൺ ഹു സപ്പോർട്ടിംഗ് മീ ഇൻ ഓൾ ദിസ്. അവർ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. So let's summarize once again, friends. What are the different types of fraud that we learned? First എന്താ പഠിച്ചത്? Asset misappropriation. രണ്ടാമത്തെ പഠിച്ച ഫ്രോഡ് എന്താണ്? Cash theft. തേർഡ് എന്തായിരുന്നു? Inventory theft. നാലാമത്തെ എന്താ വന്നേ? Accounts receivable fraud. അഞ്ചാമത്തെ എന്താണ്? Fake suppliers. ആറാമത്തെ എന്താണ്? Expense reimbursement scheme. ഏഴാമത്തെ എന്താണ്? Check tampering, payroll fraud, fraudulent financial reporting, aggressive accounting. ഇനിയുണ്ട്. We have how many more? 15 frauds. അതായത് ഇന്ന് ഫ്രോഡ് മാത്രം പഠിക്കാല്ലേ, ബാക്കി നാളെ പഠിക്കാം. ഒറ്റ കൊണ്ട് ഓവർലോഡ് ആക്കുന്നില്ല. Let's go to the next one, which is called as income smoothing. Income smoothing. ഇത് നോർമലി ഉപയോഗിക്കുന്നത് ഫാർമർ അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് കമ്പനീസ് ആണ് പൊതുവെ ഇത് ഉപയോഗിക്കുക. For example, let us take a name of any one person in this classroom. ആരെങ്കിലും പേരെടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Shall we take the name of Fida Fatima? Okay. Fida, assume ഒരു വെജിറ്റബിൾ വെണ്ടർ ആണെന്ന് വിചാരിക്കാം. അസ്യൂം. ഓക്കെ, അപ്പൊ അവൾ എന്താ വെക്കുന്നത്? തക്കാളി വെക്കുന്നു, ക്യാരറ്റ്സ് വെക്കുന്നു, ബീൻസ് വെക്കുന്നു, ഇതൊക്കെ വെക്കുന്ന ഒരാളാണ്. ഓക്കെ, പൊതുവെ ഈ ക്യാരറ്റ്സും ഇതൊക്കെ ത്രൂ ഔട്ട് ദി ഇയർ വേണ്ട ആവശ്യമുള്ള പ്രോഡക്ട്സ് ആണെങ്കിലും മഴക്കാലത്തല്ലേ മാക്സിമം പ്രൊഡക്ഷൻ വരിക. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ പൊതുവെ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലാണ് ഫിദയുടെ സെയിൽസ് ലെറ്റസ് ഒരു 5 lakhന് അടുത്ത് വരുന്നു എന്ന് വിചാരിക്കാം. റിമൈനിങ് മാസങ്ങളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് കിട്ടുന്ന ഇൻകം മൊത്തം കൂടിയിട്ട് 3 lakhs മാത്രമേ വരുള്ളൂ. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? Does it turn out to be somewhere around 8 lakh rupees? Everybody clear? Okay, ഇത്രയാണ് അവൾക്ക് കിട്ടാൻ പോകുന്ന ഇൻകം. Everybody clear so far? So ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ മാത്രം ഇൻകം, ബാക്കി പീരീഡ് ഇൻകം കുറവാണെന്ന് കാണിക്കേണ്ട പകരം അവള് 8 lakh divided by 12 പഠിക്കും. What is 8 lakh divided by 12? Approximately 66,666 per month ആയി. എന്നിട്ട് അവൾ എന്ത് ചെയ്യും? ഏപ്രിൽ മാസം 66 കാണിക്കും, മെയ് മാസം 66 കാണിക്കും, ജൂൺ മാസം 66 കാണിക്കും. അങ്ങനെ അവൾ ഇൻകത്തിന് എന്ത് ചെയ്യും? സ്മൂത്തിങ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റർ ഏപ്രിൽ, മെയ്, ജൂണിന്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ നല്ല സെയിലായിട്ട് കാണും. പക്ഷെ റിയാലിറ്റി സെയിൽ വരുന്നുണ്ടോ? വരുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഇറ്റ് ആസ് ഇൻകം സ്മൂത്തനിങ്. Are you all clear with this part, friends? Please put a thumbs up in the chat box if you are clear with this part now. Fantastic. So we have learnt about income smoothing also. അടുത്ത ഒരു fraud ആണ് loan application fraud. So I'll write down the next heading in the books. Loan application fraud. ഇത് കുറെ നടക്കുന്നുണ്ട്. ഇതിൽ ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഞാനും കുറെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം കുറെ കള്ള സിയക്കാർ മാർക്കറ്റിലുണ്ട്. ഐ ഷുഡ് ബി വെരി ഹോണസ്റ്റ് വിത്ത് യു. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ബേസിക്കലി ഐ ഗിവ് യു എൻ എക്സാമ്പിൾ. സപ്പോസ് മിസ്റ്റർ എ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇയാള് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇയാളോട് പറയും ദാറ്റ് എനിക്ക് ലോൺ വേണമെന്ന് ഇയാൾ ചോദിക്കും. അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയും നിങ്ങളുടെ ഇൻകം, ഓക്കെ, നിങ്ങളുടെ പ്രോഫിറ്റ്, ഇൻകം എന്ന് പേര് ഉപയോഗിക്കുന്നില്ല, നിങ്ങളുടെ പ്രോഫിറ്റ് ഓക്കെ ഒരു 5 lakhs ആണെങ്കിൽ ഞാൻ ലോൺ തരാന്ന് പറയും. ഓക്കെ, ഇവരുടെ ശരിക്കുള്ള ലാഭം ചിലപ്പോൾ എന്തായിരിക്കില്ല, 5 lakhs ആയിരിക്കില്ല. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും? ഇവരോട് പറയും യു ഗെറ്റ് മീ എ CA സർട്ടിഫിക്കറ്റ്. മിസ്റ്റർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫ്രോഡ് CA എടുത്ത് പോകും. എന്നിട്ട് അവരോട് പറയും നീ എങ്ങനെയെങ്കിലും എനിക്കൊരു കണക്കുണ്ടാക്കിത്താ, ഈ കണക്കിൽ എന്റെ ലാഭം എത്ര ആയിരിക്കണം? 5 lakh ആയിരിക്കണം. ഇയാളുടെ ശരിക്കുള്ള കമ്പനി ലാഭത്തിലായിരിക്കൂല, നഷ്ടത്തിലായിരിക്കും. ഇയാൾ എന്ത് ചെയ്യും? ഒരു ഫേക്ക് P&L അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് സൈൻ ചെയ്തിട്ട് കൊടുക്കും. അതിനൊരു ഹൈ ഫീസ് ചാർജ് ചെയ്യും. അപ്പൊ ഇയാൾക്ക് ഒരു പൈസ ഉണ്ടാക്കാലോ. ഓക്കെ, ബാങ്ക് അറിയില്ല, ആരും നോക്കാൻ പോകുന്നില്ല, സാരില്ല കൊടുത്തോ എന്ന് പറഞ്ഞ് ഇവർ കൊടുക്കും. അങ്ങനെ ഒരു കള്ള ഡോക്യുമെന്റ് വെച്ച് SBI ലോൺ അപ്രൂവ് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് എന്ത്? ലോൺ ആപ്ലിക്കേഷൻ ഫ്രോഡ്. ഒരിക്കലും ഇങ്ങനത്തെ പണിക്ക് നിൽക്കരുത് കേട്ടോ. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കുറെ CA ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ കുടുങ്ങി പോയിട്ടുണ്ട്. എങ്ങനെ കുടുങ്ങിയെന്ന് വെച്ചാൽ ഇത് കൊടുത്തിട്ട് പ്രശ്നം അവിടെ കഴിഞ്ഞു. പിന്നീട് ഈ മിസ്റ്റർ എ എന്ന് പറഞ്ഞ ആൾ ചിലപ്പോൾ ലോൺ തിരിച്ച് റീപേ ചെയ്യൂല.
റീപേ ചെയ്യാതെ വരുമ്പോൾ ബാങ്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ശരിക്കുള്ള കണക്ക് കണ്ടുപിടിക്കും. അവിടെ ലാഭമില്ല എന്ന് പറഞ്ഞാൽ നേരെ ഈ സ്റ്റേറ്റ് ബാങ്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സിയുടെ എതിരെ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കും. അതോടെ ഈ സിഎക്കാരന്റെ ജീവിതം അതോടെ കഴിഞ്ഞു. പക്ഷെ ഇത് കുറെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഫീസ് ചെറുതായിട്ട് കിട്ടാന്ന് നോക്കിയിട്ട് അവർ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത പണിയിലൊക്കെ ഇറങ്ങുക ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് വാട്ട് യു കോൾ ഇറ്റ് ആസ് ലോൺ application fraud. Is everybody clear with this part? If you are clear, please put a thumbs up in the chat box. Fantastic. So we are clear with loan application fraud also. Can I go to the next part now? Okay. അടുത്തൊരു ഫ്രോഡ് ആണ് ഫ്രണ്ട്ലി ഫ്രോഡ്. ഇതൊക്കെ റീസെന്റ് ആയിട്ടുള്ള ജെൻസി പിള്ളേർ ചെയ്യുന്ന കുറച്ച് ഫ്രോഡ് ആട്ടോ. ഫ്രണ്ട്ലി ഫ്രോഡ്. നിങ്ങൾ ആരെങ്കിലും ആമസോണിന്റെ ഓൺലൈൻ സൈറ്റ് പോയിട്ട് ഷോപ്പിംഗ് ചെയ്യാറുണ്ടോ? ആമസോൺ ഉണ്ട്, ബ്ലിങ്കിറ്റ് ഉണ്ട്, പിന്നെ ഏതാ പുതിയ ഏതൊക്കെയാ വരുന്നത്? ആമസോൺ, ബ്ലിങ്കിറ്റ്, പിന്നെ ഐ ഡോണ്ട് നോ വാട്ട് ആർ ദി അതർ വൺ, സ്വിഗ്ഗി, സൊമാറ്റോ ഓൾസോ. ഫുഡിന്റെ കേസിൽ ഇത് ഇവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആമസോണിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങും. ഓക്കെ, ഇവര് ഡ്രസ്സ് വാങ്ങും. ഇവർ വന്ന് ഡ്രസ്സ് എന്ത് ചെയ്യും? ഡെലിവറി ചെയ്യും. ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് ആ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടാവും. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ല നൈസായിട്ട് പാക്കിംഗ് തുറന്നിട്ട് ഡ്രസ്സ് മെല്ലെ ഊരിയിട്ട് വീണ്ടും റീപാക്ക് ചെയ്യും. എന്നിട്ട് അവർ വീഡിയോ എടുക്കും. വീഡിയോ എടുക്കുമ്പോൾ ബുക്ക് തുറക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് ഇല്ല. എന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കും, നമുക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ പാക്കറ്റ് തിരിച്ചെടുക്കും. അതിന്റെ പൈസയും ഇവര് റീഫണ്ട് വാങ്ങും. ആ ഒരു പരിപാടിക്ക് പറയുന്ന പേരാണ് എന്ത്? ഫ്രണ്ട്ലി ഫ്രോഡ്. ഐ നെവർ ഗോട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് അതിന് എന്ത് ചെയ്യും? അവർ റീഫണ്ട് വാങ്ങിയെടുക്കും. ദിസ് ഇസ് വാട്ട് യു കോൾ ഇറ്റ് ആസ് friendly fraud. Are you clear with this part, friends? If you are clear, can you put a thumbs up in the chat box? Perfect, friends. So ഇങ്ങനത്തെ കളി കളിക്കരുത്. ഇവരൊക്കെ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, കുറെ നഷ്ടം സഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. മാക്സിമം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് പറയാ ചെയ്യരുത് എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യണം കേട്ടോ. ഈ ജെൻസിയിൽ വന്നൊരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ദർ ആർ മൾട്ടിപ്പിൾ ടൈപ്സ്. എല്ലാവരും ചെയ്യണമെന്നല്ല പറയുന്നത്. ജെൻസിയിൽ എല്ലാവർക്കും ഹൈഫൈ ലൈഫ് വേണം. ഓക്കെ, പക്ഷെ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ അവർ മണി ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. വാട്ട് ദേ ഡു ഇസ് അവർ ഇങ്ങനത്തെ കുറെ അൺഎത്തിക്കൽ പ്രാക്ടീസിലോട്ട് കുറെ അൺഫോർച്ചുനേറ്റ് സ്റ്റുഡൻസ് ഇറങ്ങി പോകുന്നുണ്ട്. ഇൻഫാക്ട് ദർ വാസ് എ ബ്യൂട്ടിഫുൾ മൂവി, എനിക്ക് ആ മൂവിയുടെ പേര് മറന്നുപോയി. വൺ ഗേൾ ഹു ഇസ് ഫ്രം എ വെരി പുവർ ബാക്ക്ഗ്രൗണ്ട്, പക്ഷെ അവൾക്ക് റിച്ച് ലൈഫ് സ്റ്റൈൽ ജീവിക്കണം. അപ്പൊ അവള് എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞിട്ട് ഹൈ ലെവൽ പാർട്ടീസ്, ഹൈ ലെവൽ ഡ്രസ്സസ് ഒക്കെ ഷോപ്പൊക്കെ ചെയ്യും. ഒന്നിനും ക്യാഷ് കൊടുക്കില്ല. അവസാനം അവൾ കുടുങ്ങി പോകും. സിനിമയുടെ പേര് ഓർമ്മ വരികയാണെങ്കിൽ പറഞ്ഞുതരാം. ഐ ലവ് വാച്ചിങ് മൂവീസ്. അപ്പൊ എല്ലാ ടൈം മൂവീസ് കാണുമ്പോൾ I get these ideas to share it with you. ഓർമ്മ വരുമ്പോൾ പറഞ്ഞുതരാം. ഓൾറൈറ്റ്, നെക്സ്റ്റ് അടുത്ത വരുന്ന ഫ്രോഡ് ആണ് വാർഡ്രോബിംഗ്. ഇത് ജെൻസി അല്ല, ജെൻഎക്സ്, ജെൻസി എല്ലാവരും ചെയ്യുന്ന ഒരു കള്ളത്തരാണ്. നിങ്ങൾ ആരെങ്കിലും മേ ബി മാക്സ് എന്ന് പറഞ്ഞൊരു ഷോറൂമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? റിലയൻസ് ട്രെൻഡ്സ് ഉണ്ട്, മാക്സ് ഉണ്ട്. ഇത് പല സ്ഥലത്തും നമ്മൾ പോയിട്ട് ഇപ്പൊ ജോക്കി ഉണ്ട്, അവിടെ പോയിട്ട് ഡ്രസ്സ് വാങ്ങും. അപ്പൊ ഇവർ എന്താ ചെയ്യുക? നേരെ ഡ്രസ്സ് എടുക്കും, ചേഞ്ചിങ് റൂമിൽ കയറും, അവിടെ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുതിയ ഡ്രസ്സിന്റെ മെല്ലെ പുറത്ത് വന്നിട്ട് ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ നോക്കും. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഇറ്റ് ആസ് വാർഡ്രോബിംഗ്. അപ്പം ഐഡിയലി ഇവർ എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനത്തെ ഒരു പണി ചെയ്യാൻ പാടില്ല. ഇൻഫാക്ട് ആ ഡ്രസ്സ് വാങ്ങുക ചെയ്തത്. അതുകൊണ്ടാണ് കുറെ ഷോറൂംസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡ്രസ്സിന്റെ താഴെ ഒരു ക്ലിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ക്ലിപ്പ് ഊരിയാൽ മാത്രമാണ് ഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ഒരു ഐഡിയ നമ്മുടെ പോലെ ഏതെങ്കിലും CI അല്ലെങ്കിൽ ഓഡിറ്റർ പറഞ്ഞ ഒരു ഐഡിയ വെച്ചിട്ടാണ് അവർ ആ ഒരു ഇന്റേണൽ കൺട്രോൾ കമ്പനിയിലോട്ട് കൊണ്ടുവരുന്നത്. ആർ യു ഓൾ ക്ലിയർ വിത്ത് ദിസ് പാർട്ട് നൗ, ഫ്രണ്ട്സ്? ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഇറ്റ് ആസ് വാർഡ്രോബിംഗ്. ഓക്കെ, ആർ യു ക്ലിയർ? ഇഫ് യു ആർ ക്ലിയർ, പ്ലീസ് പുട്ട് എ thumbs up in the chat box. ലാസ്റ്റ് ഫ്രോഡ്, എസ്പയോനേജ്. ഐ തിങ്ക് ഇന്ന് നമുക്ക് ഇതോടെ നിർത്താലേ. യു ഓൾ മസ്റ്റ് ബി ടയർഡ്. വി ഹാവ് ബീൻ ഗോയിങ് നോൺ സ്റ്റോപ്പ് വിത്ത് തിയറി. ഓക്കെ, 1 hour കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. അതിന്റെ മുകളിൽ പഠിക്കാൻ പറ്റും തോന്നുന്നില്ല. ഇഫക്റ്റീവ് ആയിട്ട് ഇങ്ങനെ 1 hour പഠിക്കാം, നെക്സ്റ്റ് ഡേ റിവൈസ് ചെയ്യാം, പിന്നെയും പഠിക്കാം, റിവൈസ് ചെയ്യാം, പഠിക്കാം, MCQ ചെയ്യാം. കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, സോ ലാസ്റ്റ് വൺ ഇസ് വാട്ട് യു കോൾ ഇറ്റ് ആസ് എസ്പയോനേജ്. ദിസ് ഹാപ്പൻഡ് ഇൻ വൺ ഓഫ് മൈ ക്ലൈന്റ് കമ്പനീസ്. ഞാനിത് ലൈവായിട്ട് കണ്ട ഒരാളും കൂടിയാണ്. കാണാൻ നല്ല രസാട്ടോ. പക്ഷേ പീപ്പിൾ ഹു ഗോ ത്രൂ ദിസ് ദേ ഫേസ് എ ലോട്ട് ഓഫ് പെയിൻ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇത് വൺ ഓഫ് ദ കമ്പനീസ്, ഐ എം ഫ്രം കാലിക്കറ്റ്, മൈ ഹോം ടൗൺ ഇസ് ഇൻ കാലിക്കറ്റ്. വൺ കമ്പനി ഇൻ കാലിക്കറ്റ് ഇവർ ഇരുന്നിട്ടൊരു പ്രോഗ്രാം ഉണ്ടാക്കിയിരുന്നു. ആപ്പ് ഡെവലപ്മെന്റ് ആണ്, പ്രോഗ്രാം കോഡിംഗ്. ഇവരൊരു 10 സ്റ്റാഫിനെ വെച്ചിട്ട് 2 years മൊത്തം കൂടി കൂട്ടിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട് 2.5 കോടി ചെലവാക്കിയിട്ട് ഇവരൊരു വലിയൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തു. ദിസ് പ്രോഗ്രാം എന്റെ മെയിൻ ഐഡിയ സൊമാറ്റോ ഫുഡ് ഡെലിവറി ആപ്പ് ഇല്ലേ,
അതേപോലെ ദുബായിൽ ഒരു ഫുഡ് ഡെലിവറി ആപ്പ് അവിടുത്തെ മാർക്കറ്റിന് സെറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഈ 10 സ്റ്റാഫിൽ നിന്ന് ഒരു സ്റ്റാഫ് ചെയ്ത് എന്താന്ന് വെച്ചാൽ ഈ മൊത്തം കോഡ് കമ്പനിയിൽ നിന്ന് കോപ്പി അടിച്ചു. കോപ്പി അടിച്ചിട്ട് ഇവരുടെ കോമ്പറ്റീറ്റർക്ക് പോയിട്ട് 1 കോടിക്ക് വിറ്റു. ഈ 1 crore പുള്ളി ഇയാളുടെ ബാങ്കിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിന്റെ ഡയറക്ടർ അത് കണ്ടുപിടിച്ച് എന്തോ ഭാഗ്യം കൊണ്ട് അയാൾക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടി. നേരെ പോയിട്ട് ഒരു പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് പിടിച്ചപ്പം ഈ കോഡിംഗ് കമ്പ്യൂട്ടർ ഡാറ്റ കട്ടെടുക്കാത്ര എളുപ്പമല്ല. അതിന്റെ ട്രാക്ക് അങ്ങനെ വരും. ഈ സോഴ്സിൽ നിന്ന് ഈ ലാപ്ടോപ്പിൽ നിന്ന് എടുത്തു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കൃത്യമായിട്ട് പിടിക്കാൻ പറ്റി. ദാറ്റ് ഇയാളാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ പോയി ഒരൊറ്റ ദിവസം കൂടി ഒരു പൊളിറ്റിക്കൽ പാർട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. നെക്സ്റ്റ് ഡേ ഇയാൾ ജയിലിൽ. വേറെ ഒരു കോംപ്രമൈസും ഇല്ല. ഇയാളുടെ വീട് വിറ്റിട്ട് ഇയാൾക്ക് ഒരു 50 lakh തിരിച്ചു കൊടുത്തു. എന്നിട്ടാണ് ഇയാൾ പിരിച്ചു വിട്ടത്. എന്നാലും കമ്പനിക്ക് വന്ന ഡാമേജ് അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ബട്ട് അവർ എന്ത് ചെയ്തു, ഈ പറഞ്ഞ കമ്പനിയുടെ എതിരെ കേസ് കൊടുത്തു ആസ് എ നോൺ കംപ്ലീറ്റ് ക്ലോസ്. നമ്മുടെ കട്ടെടുത്ത ഡോക്യുമെന്റ് ആണ്, നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ എതിരെ ലീഗലായിട്ട് പോകുന്നു പറഞ്ഞിട്ട് ഈ കമ്പനിനെ അവിടെ എന്ത് ചെയ്തു, ബ്ലോക്ക് ചെയ്തു. This is what you call it as espionage. Are you all clear with this part, friends? If you are clear, can you please put a thumbs up in the chat box? Yes, friends. So these are some types of fraud. As a CIA, നിങ്ങൾക്ക് വരുന്ന ഒരു മെയിൻ റോൾ എന്താണ്? ഇങ്ങനത്തെ ഫ്രോഡ് കമ്പനിയിൽ നടക്കാൻ പാടില്ല. ഓക്കെ, 2 ടാസ്കാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന്, ഫ്രോഡ് നടക്കരുത്. രണ്ടാമത്തെ മേജർ ഫാക്ടർ ആണ് റിസ്ക് മാനേജ് ചെയ്യണം. നാളെ ഞാൻ എന്ത് ചെയ്യാം, റിസ്കിനെ കുറിച്ച് കൂടി പഠിപ്പിച്ചു തരാം. ഇത് രണ്ടും നിങ്ങളുടെ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ അല്ല, പക്ഷെ ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും രക്ഷപ്പെടുത്താനാണ് നിങ്ങൾ പണിയെടുക്കുന്നത്. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന തിയറി നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഐ വിൽ ഷെയർ വിത്ത് യു ഓഡിറ്റ് റിപ്പോർട്ട്സ്. ശരിക്കുള്ള ഓഡിറ്റ് റിപ്പോർട്സിന്റെ ഒരു കേസ് ഫയൽ ആയിട്ട് മാറ്റിയിട്ട് അയച്ചു തരാം. നോട്ട് നൗ, മേ ബി ആഫ്റ്റർ 1 week. റിയൽ ഫയൽ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ, പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര എക്സ്പോഷർ ആയിരിക്കും. നാളെ CIA ജോബിൽ കയറുമ്പോഴും എന്താ ചെയ്യേണ്ടത് അതും പഠിക്കും. പ്ലസ് എക്സാമും കൂടി നിങ്ങൾക്ക് അതിന്റെ കൂടെ പാസ് ആവാൻ പറ്റും. So let's summarize for the last time, friends. What are the different types of fraud that we learned? Asset misappropriation, cash theft, inventory theft, accounts receivable fraud, fake suppliers, expense reimbursement scheme, check tampering, payroll fraud, fraudulent financial reporting, aggressive accounting, income smoothing, loan application fraud, friendly fraud, wardrobing, and espionage. Are you all clear with these 15 types of fraud? If yes, please put a thumbs up in the chat box, friends. Like this, consistent ആയിട്ട് ഡെയിലി നമ്മൾ പാർട്ട് ബൈ പാർട്ട് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവും. ക്ലാസ്സസ് ഓൺലൈൻ ആണെങ്കിലും ഞാൻ നന്നായിട്ട് മെന്റർ ചെയ്യും. ഐ എം മോർ ഓഫ് എ മെന്റർ ദാൻ എ ഫാക്കൽറ്റി. നിങ്ങൾ പഠിച്ചോ, എക്സാം എഴുതിയോ, പേഴ്സണലായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. സോ ബി ഇൻ ടച്ച് വിത്ത് മീ. നമുക്ക് കൂടെ പഠിക്കാം, നമുക്ക് കൂടെ വിജയിക്കാം. ലെറ്റ്സ് സ്റ്റഡി ടുഗദർ. Let's win together, friends. Thank you so much for today's session. I will see you tomorrow night also at 9 PM. പറ്റാണെങ്കിൽ ലൈവിന് അറ്റൻഡ് ചെയ്യണം. റെക്കോർഡിംഗ്സ് ഉണ്ടെന്ന് പറഞ്ഞ് കംഫർട്ട് സോണിലോട്ട് പോകരുത്. മാക്സിമം ലൈവിന് അറ്റൻഡ് ചെയ്യുക. ആൻഡ് പ്ലീസ് റെഫർ ദിസ് ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. സോ വേറെ ആർക്കെങ്കിലും അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ക്ലാസ്സിലോട്ട് എൻറോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് എവ്രി വൺ. ഹാവ് എ നൈസ് ടൈം ahead. Take care, friends. Good night, everyone. Thank you, Yasser. Thank you, Migdad. Thanks a lot. Good night. Good night, everyone.